സാധാരണ ഞാൻ ഉൾപ്പെടെ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നത്, ഒരു വലിയ പങ്കാളുകളും വിശ്വസിച്ചുകൊണ്ടിരുന്നത്, മരിച്ചു കഴിഞ്ഞ ഉടനെ ഒരു താൽക്കാലികമായ സ്ഥലത്തേക്ക് പോകും, അവിടെ നിന്ന് പിന്നെ കർത്താവ് വരുമ്പോഴാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നതെന്നൊരു ചിന്തയായിരുന്നു എനിക്കെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മൾ തീർച്ചയായിട്ടും അത് ബേസ് ചെയ്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് മുമ്പുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളത് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള വാക്യങ്ങളെല്ലാം, മരണത്തെ സംബന്ധിക്കുന്ന എല്ലാ വാക്യങ്ങളിലും സ്തേഫാനോസ് മരിക്കുമ്പോൾ കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. കർത്താവിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ് അവരുടെ സന്തോഷം. അല്ലാതെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി ഞാൻ കുറച്ചുനാൾ പർദീസയിൽ കിടക്കട്ടെ, അങ്ങനെ പോകാൻ ആർക്കും ഒരു ഉത്സാഹമൊന്നും ഉണ്ടാവില്ല. കാരണം ഒരിക്കൽ നമ്മൾ കർത്താവിനോട് ചേർന്നാൽ നമ്മൾ ഒരിക്കലും അവൻ നമ്മളെ വിട്ടുപിരിയുന്നില്ല. അവൻ എവിടെയായിരിക്കുമോ അവിടെ തന്നെ ആയിരിക്കും നമ്മളും എന്നുള്ളതാണ് വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. അതുകൊണ്ട് ഒത്തിരി വാക്യങ്ങൾ പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന വാക്യങ്ങൾ, അതുപോലെ രാവിലെ നമ്മൾ പറഞ്ഞ കൊരിന്തി ലേഖനത്തിലെ വാക്യങ്ങൾ, അനേകം വാക്യങ്ങൾ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, നാം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് കർത്താവിൻ്റെ കൂടെ ആകാൻ വേണ്ടിയാണ് നമുക്ക് ലാഭമായിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും വേദപുസ്തകത്തിൽ ഒരിടത്തും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ റിസറക്ഷന് ശേഷമുള്ള ഒരു പാസേജിൽ പോലും നമ്മൾ ഇടയ്ക്കുള്ളൊരു സ്ഥലത്ത് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല. എല്ലായിടത്തും വിട്ടുപിരിഞ്ഞ് കർത്താവിനോടെ ആയിരിക്കുന്നു, വേർപ്പെടുന്നു, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നു, കർത്താവിൽ നിത്യദേശത്തെത്തി, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നില്ലേ, നിത്യതയിലെത്തി, ബൈയൂലാദേശത്തെത്തി, അങ്ങനെ മൊത്തം പാസേജുകളും അങ്ങനെ തന്നെയാണ്. ഒരിടത്ത് പോലും ഒരു ഇടത്താവളത്തെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ പഴയ നിയമ വിശ്വാസികൾ ആ ഇടത്താവളത്തിലായിരുന്നു കർത്താവ് അവരെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവർ കാത്തിരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. അത് പത്രോസിൻ്റെ ലേഖനത്തിൽ കർത്താവ് അവരോട് സംസാരിക്കുന്നതായിട്ട്, അതായത് പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നിടത്ത് നരകത്തിലേക്കല്ല, പാതാളത്തിലേക്ക് ഇറങ്ങി വിശുദ്ധന്മാരുടെ ആത്മാക്കളോട്, കെട്ടപ്പെട്ട വിശുദ്ധന്മാരുടെ ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഒരു പർദീസയിലുള്ള ആത്മാക്കളെല്ലാം ഡെലിവേർഡായി കർത്താവിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോയി എന്ന് നമുക്ക്, അങ്ങനെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഒരിക്കലും നമുക്കൊരു താൽക്കാലിക വിശ്രമ സ്ഥലം എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഒരിടത്തും ലേഖനങ്ങളിൽ ഒരിടത്തും നമ്മൾ കാണുന്നില്ല. അതുമാത്രമല്ല, ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിനോട് ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഒരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാവുന്ന ഒരു വാക്യമുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം ഞാൻ വായിക്കാം. വെയിറ്റ് ഞാൻ വായിക്കാം. 12:23. അപ്പോൾ അവിടെ 18-ാം വാക്യം മുതൽ പറയുകയാണ്, പഴയ നിയമത്തിൻ്റെ ചില സൂചനകൾ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കല്ല. 22-ാം വാക്യം പറയുന്നു, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിലെ മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്ക് അത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എറ്റേണിറ്റിയുടെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ആ യാഗം, കർത്താവിൻ്റെ യാഗം, നിത്യതയിലുള്ള യാഗം. അതപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ആദിജാതന്മാരുടെ കൂട്ടം, പിന്നെ രണ്ടാമത് വരുന്ന പുതിയ നിയമ ഉടമ്പടിയിലൂടെ വരുന്ന നമ്മുടെ കൂട്ടം, മരിച്ചുപോയ നീതിമാന്മാരുടെ കൂട്ടം, അവരുടെ ആത്മാക്കൾ, ഇങ്ങനെ അനേകം ആളുകൾ. അപ്പം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭായുഗം എന്ന് പറയുന്നത് നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മരണശേഷമാണ്, പെന്തക്കോസ് നാളിൽ തൊട്ടാണ് സഭ ആരംഭിക്കുന്നതെങ്കിലും നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ ആ ഒരു പിക്ചറല്ല കാണുന്നത്. എബ്രായ ലേഖനം വായിക്കുമ്പോൾ ആബേൽ മുതലുള്ള വലിയൊരു കൂട്ടം പഴയ നിയമ വിശ്വാസികളും ഭാഗികമായി കർത്താവിനെ അനുഗമിക്കുകയും അവരെല്ലാം വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആദ്യം ഹാബേൽ മുതൽ നമുക്കറിയാം, ഹാബേലിൻ്റെ യാഗം എന്ന് പറയുന്നത് ശരിക്കും വിശ്വാസത്താലുള്ളൊരു യാഗമായിരുന്നു. പഴയ നിയമത്തിലെന്നല്ല, മോശയ്ക്ക് ശേഷമെന്നല്ല, മോശയ്ക്ക് മുൻപും ഒരു മനുഷ്യൻ പോലും ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. മോശെ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? അവൻ മിസ്രൈമിൽ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും ക്രിസ്തുവിൻ്റെ നിന്ദ, കർത്താവിൻ്റെ ജനങ്ങളോടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. മിസ്രൈമിലെ സുഖഭോഗങ്ങളെക്കാളും അവൻ ക്രിസ്തുവിൻ്റെ നിന്ദ ഏറിയ ധനം എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ മോശെ എങ്ങനെ നീതീകരിക്കപ്പെട്ടത്? ന്യായപ്രമാണത്താലല്ല,
പിന്നെയോ വിശ്വാസത്താലാണെന്ന് എബ്രായ ലേഖനം പറയുന്നു. അതുപോലെ യാഗമർപ്പിക്കാൻ പോയ ഹാബേൽ യാഗമർപ്പിക്കാൻ പോയപ്പോൾ കായിനും ഹാബേലും യാഗമർപ്പിക്കാൻ പോയി. എന്നാൽ ഹാബേലിൻ്റെ യാഗം കർത്താവ് സ്വീകരിച്ചു. അതിൻ്റെ കാരണം ഹാബേൽ വിശ്വാസത്താൽ കായിൻ്റേതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചു. എങ്ങനെയാണ് ഹാബേൽ വിശ്വാസത്താൽ കായിൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു യാഗം കഴിച്ചത്? കായിൻ അവന് കിട്ടിയ ഏറ്റവും നല്ല മത്തങ്ങയും പടവലങ്ങയും ഇങ്ങനെ കൃഷിസാധനങ്ങൾ കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്ത് അർപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് ഈ കൺവെൻഷനിലൊക്കെ ആൾക്കാർ ചിലപ്പോൾ പറയല്ലേ, നിങ്ങളുടെ കയ്യിലുള്ള പേഴ്സ് എടുക്കുക, പേഴ്സിൽ ഏറ്റവും വലിയ പൈസ എടുക്കുക, ഏറ്റവും വലിയ നോട്ട് എടുക്കുക, അത് ദൈവത്തിന് കൊടുക്കുമെന്ന് പറയുന്നത്. അതാണ് കായിൻ. അപ്പോൾ കായിൻ എപ്പോഴും നമ്മൾ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കണം എന്നുള്ള പോയിന്റുകാരനാണ് കായിൻ. അപ്പോൾ അവൻ അതിൻ്റെ ഗമ ഒരിക്കലും പോകില്ല. ഈ പള്ളി പണിതയാൾ, അല്ലെങ്കിൽ എന്താ ഇതിലേറ്റവും കൂടുതൽ പൈസ ഇട്ടയാൾ എന്നൊക്കെ ഉള്ളിൽ തോന്നുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കായിൻ എന്ന് പറയുന്നത്. അതായത് അവരെന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്യും, ആ സൽപ്രവൃത്തിയുടെ ഭാരം അവരെ എന്താ പറയുന്നത്, ബലഹീനരാക്കി മാറ്റും. അവർ സ്വയം നീതിമാന്മാരെന്ന് വിചാരിക്കും. അവർ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്നവരാണ്. അതായത് പരീശനെ പോലെ, ഞാൻ ചെയ്തത് നോക്ക്, കണ്ടോ, എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞാൻ ദൈവത്തിന് കൊടുത്തവനാണ്, എൻ്റെ യൗവനകാലം ആരോഗ്യം എല്ലാം ദൈവത്തിന് കൊടുത്തതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരെയാണ്, അവരെയാണ് നമ്മൾ കായിൻ എന്ന് പറയുന്നത്. ഹാബേൽ എന്താ ചെയ്തത്? ഹാബേൽ ഏറ്റവും നല്ല ആടിനെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞില്ല, ഇതാണ് എൻ്റെ ഏറ്റവും നല്ല ആട്, നീ എടുത്തോ എന്ന് പറഞ്ഞില്ല. എന്താ ചെയ്ത്? അതിനെ അറുത്ത് അതിൻ്റെ മേധസ് എടുത്ത് വെച്ച് വെളിയിലോട്ടു, എന്നിട്ട് ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം, ഞാൻ സൃഷ്ടിച്ച ഏറ്റവും നല്ലതിന് പോലും നിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. അപ്പോൾ പേഴ്സിൽ നിന്ന് ഏറ്റവും വലിയ പൈസ എടുക്കുന്നയാളല്ല വിശ്വാസത്താൽ ജീവിക്കുന്നത്. ആ പേഴ്സ് എറിഞ്ഞ് കളഞ്ഞിട്ട് ഇനി കർത്താവ് മതി എന്ന് പറയുന്നവനാണ് പുതിയ നിയമത്തിലെ വിശ്വാസത്താലുള്ള ലൈഫ് ജീവിക്കുന്നയാൾ. മനസ്സിലായോ എൻ്റെ വ്യത്യാസം എന്താണെന്ന്? വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഈ നമ്മൾ പഴയ നിയമ വിശുദ്ധന്മാരെ നോക്കിക്കഴിയുമ്പം അവിടെ ഒരു കായിൻ്റെ വഴിയും ഒരു ഹാബേലിൻ്റെ വഴിയും നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം വരെ കാണാൻ പറ്റും. അവിടെ കായിൻ്റെ വഴിയിലൂടെ വന്നവരെല്ലാം മനുഷ്യനിർമ്മിതമായ ബാബിലോൺ, മഹദിയാം ബാബിലോൺ എന്ന മർമ്മത്തിലേക്കും, ഹാബേലിൻ്റെ പരമ്പരകളിലൂടെ വരുന്ന വിശ്വാസത്താൽ ജീവിക്കുന്ന സകല മനുഷ്യരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജെറുസലേം എന്ന പട്ടണത്തിലേക്ക്, ഈ രണ്ട് പട്ടണത്തിലേക്കുള്ള മാർച്ചാണ് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ആ മാർച്ചിനകത്ത് ഈ ഹാബേലിൻ്റെ ലീനിയേജ് എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള ലീനിയേജാണ്. ആദമിൽ നമ്മൾ എല്ലാവരും പാപികളായിരുന്നു. വി എക്സിസ്റ്റഡ് ഇൻ ആഡം ഇൻ ദ ഫ്ലഷ്. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ വിശ്വാസത്താലുണ്ടായിരുന്നു. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്ന ആ സ്ട്രിങ്, ആ ഒരു ചരട്, ആ ചരടിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഈ കർത്താവിൻ്റെ ജനം എന്ന് പറയുന്നത്. അവരാണ് അന്ത്യകാലത്ത് കർത്താവിൻ്റെ കൂട്ടം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വാക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചുപോയവരുടെയും സകലരുടെയും സംഘമാണ്. ഇപ്പം ഞാൻ മരിച്ചു പോയാലും ഞാൻ കർത്താവിൻ്റെ ശരീരം തന്നെയാണ്. പക്ഷെ ലോക്കൽ സഭയിൽ ഞാൻ ഭാഗമല്ല. ഇപ്പം ഞാൻ ഈ സഭയിൽ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിന്നെ വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? ലോക്കൽ സഭയിൽ നിന്ന് ഞാൻ പോയി, ബൈ ബൈ, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളെയും കാണാൻ പറ്റില്ല, എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ കർത്താവ് വീണ്ടെടുത്ത, കർത്താവ് പണിതുകൊണ്ടിരിക്കുന്ന ആ വലിയ കെട്ടിടത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ പുറപ്പെടുന്ന ആ മണവാട്ടി സഭയിൽ, ആ കർത്താവിനെ കാത്തിരിക്കുന്ന ആ സ്വർഗീയ മണവാട്ടിയുടെ ഭാഗമാണ് ഞാൻ അപ്പോഴും. മനസ്സിലായോ? അപ്പോൾ ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഈ സർവ്വദൂതന്മാരുടെ അടുത്തേക്കും, ഈ ആദ്യജാതന്മാരുടെ സഭയുടെ അടുത്തേക്കും, അതുപോലെ നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും, പെർഫെക്റ്റ് ആക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും, സിദ്ധന്മാരുടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കിലേക്ക് അത്ര നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, ഈ പെർഫെക്റ്റ് ആക്കപ്പെടുന്ന വിശുദ്ധന്മാർ, ഓക്കെ, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിദ്ധനാരാ? സിദ്ധന്മാരായ നീതിമാന്മാരാരാ? കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നത്. എന്താ സിദ്ധത എന്ന് പറഞ്ഞാൽ? അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ക്യാരക്ടർ എന്ന് എഴുതിയിരിക്കുന്ന, എക്സ്പീരിയൻസ് എഴുതിയിരിക്കുന്ന, അങ്ങനെ പല വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ ട്രാൻസ്ലേഷൻ ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ അത് ഗോഡ് അപ്രൂവ്ഡ് ക്യാരക്ടർ എന്നാണ്. ദൈവം അംഗീകരിച്ച പെർഫെക്റ്റ് ആക്കപ്പെട്ട ക്യാരക്ടർ. അപ്പോൾ കഷ്ടതയിലൂടെ, സഹിഷ്ണുതയിലൂടെ നമുക്കൊരു പെർഫെക്റ്റ് ആക്കപ്പെട്ട ഒരു ക്യാരക്ടർ ലഭിക്കുന്നു. ആ ക്യാരക്ടർ ഉള്ളവർക്കാണ് പ്രത്യാശ ഉണ്ടാകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ളവർക്കാണ് കർത്താവിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകണമെന്ന് തോന്നുന്നത്. കാരണം ആ സിദ്ധന്മാരാക്കപ്പെട്ട നീതിമാന്മാർ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ക്രിസ്തുവിലുള്ള പെർഫെക്ഷൻ വിശ്വാസത്താൽ അനുഭവിക്കുന്നവർ, അവർക്ക് മാത്രമാണ് ഈ പെർഫെക്റ്റ് ആക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും കൂടിയാണ് നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇവരാരും ഇവരെല്ലാവരും എവിടെ തന്നെയുണ്ട്? ഈ കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ
ഇവരെല്ലാവരും എന്നേക്കും ഒരിക്കലും മാറാത്തവരായി നിൽക്കുന്നുവെന്നാണ് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കർത്താവിനോട് പിരിയുന്നില്ല. നമ്മൾ മരിച്ചാൽ ഈ ലോകത്തെ നമ്മൾ വിട്ടുപിരിയും, എന്നാൽ കർത്താവിനെ ഒരിക്കലും വിട്ടുപിരിയുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം മാത്രം എല്ലായ്പ്പോഴും സ്ഥിരമായിരിക്കും. അതിനൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാകുന്നില്ല. വി വിൽ ഓൾവേസ് ബി വിത്ത് ഹിം. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇതിനിടയിൽ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അല്ല കാത്തിരിക്കുന്നത്. അത് പഴയ നിയമത്തിലെ അവസ്ഥയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഈ വേറൊരു ഇടത്താവളത്തെക്കുറിച്ച് കത്തോലിക്ക സഭ പഠിപ്പിക്കാറുണ്ട്. ഈ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വേറൊരു ഇടത്താവളത്തിൻ്റെ പേരാണ് ബസ്പുർഖാന എന്ന് പറയുന്നത്. ബസ്പുർഖാന എന്ന് പറഞ്ഞാൽ അറിയാമോ? ശുദ്ധീകരണ സ്ഥലം. ഇപ്പം ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോയി അവിടെ കുറച്ച് കഷ്ടം അനുഭവിച്ച് എൻ്റെ പാപങ്ങളുടെ കുറേ ശിക്ഷകൾ അവിടെ അനുഭവിച്ചിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് സ്വർഗത്തിലേക്ക് പോകും. അതിനാണ് ഈ ബസ്പുർഖാന എന്ന് പറയുന്ന ഉപദേശം, കത്തോലിക്ക സഭയ്ക്കുള്ള ഉപദേശം. അവരത് ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്ത ഒരു ഉപദേശമാണ്. വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള യാതൊരു സൂചനകളുമില്ല. എന്നാൽ അവരെ ഈ 2-3 വാക്യങ്ങൾ ഈ ബൈബിളിൽ നിന്നെടുത്താണ് ഈ ബസ്പുർഖാന ഉണ്ടെന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അത് പ്രധാനമായി 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായമാണ്. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു മിനിറ്റ്. 1 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 12-ാം വാക്യം: ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇതാണ് അവർ പറയുന്നത്. ഒരു തീ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ആ തീയിൽ കിടന്ന് നമ്മൾ ദഹിച്ച് വെന്ത് കഷ്ടപ്പെട്ടാണ് അപ്പുറത്ത് കിടക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മളല്ല വേവുന്നത്. പിന്നെ എന്താണ് വേവുന്നത്? എന്താ വെന്തു പോകുന്നത്? നമ്മുടെ പ്രവൃത്തികളാണ് വെന്തു പോകുന്നത്. അത് തീയിലെ കടത്തി വിടുന്നത് പോലെ ഞാൻ രാവിലെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്മുടെ ഓരോ പ്രവൃത്തികളും എതിലെ കടത്തിവിടും? തീയിലൂടെ കടത്തിവിടും. തീയിലൂടെ കടത്തിവിടുമ്പോൾ അത് നിലനിൽക്കുമെങ്കിൽ അതിനർത്ഥം പൊന്നാണ്, അങ്ങനെ വിലയേറിയതാണ്. എന്നാൽ അത് നിലനിൽക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് വെറും കടലാസാണ്, പുല്ലാണ്, വൈക്കോലാണ്. അപ്പം തീ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പ്രവൃത്തികളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ചെയ്യുന്ന ഒത്തിരി പ്രവൃത്തികൾ, അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രവൃത്തികൾ എൻ്റെ ജഡത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കത്തിപ്പോകും. ഓക്കെ, അതൊന്നും നിലനിൽക്കത്തില്ല. ആത്മാവിൽ ചെയ്യുന്ന ജീവനുള്ള പ്രവൃത്തികൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ആ പ്രവൃത്തികൾക്ക് മാത്രമേ വിലയുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ച് ഒത്തിരി കാര്യങ്ങൾ നേടുന്നില്ല, എല്ലാം കത്തിപ്പോകുന്ന കാര്യങ്ങളാണ്. ഒന്നും ആ തീയുടെ ശോധനയെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നും നമ്മൾ നേടുന്നില്ല. ഇവിടെ പ്രാർത്ഥിച്ച് നമ്മളെല്ലാം കത്തിപ്പോകുന്ന സാധനങ്ങളാണ്. കാറ് മേടിച്ച് പ്രാർത്ഥിച്ച് കാറ് മേടിച്ച് പാസ്റ്ററെ വിളിപ്പിച്ച് ബ്ലസ് ചെയ്യിപ്പിച്ച കാറാണ്. പക്ഷേ തീക്കകത്തോട് അപ്പുറത്ത് കിടക്കുകയില്ല. ആ കാർ ഓടിച്ചുകൊണ്ട് അപ്പുറത്തോട്ട് പോകാൻ പറ്റുമോ? പോകാൻ പറ്റിയില്ല. അതെല്ലാം കത്തിപ്പോവും. നമ്മുടെ പ്രവൃത്തികൾ. ഓക്കെ, നമ്മൾ സുവിശേഷം പറഞ്ഞ് നേരായ സുവിശേഷം അല്ല പറഞ്ഞെന്ന് വിചാരിച്ചോ, ഒത്തിരി പേരെ സഭയിൽ കൂട്ടി, പക്ഷെ അതെല്ലാം ഈ തീക്ക് അപ്പുറത്തേക്ക് കിടക്കുകയില്ല. തീക്ക് അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഉയരത്തിൽ നിന്ന് നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിച്ചാൽ മാത്രമേ നിലനിൽക്കുന്ന ആത്മാക്കൾ ഉണ്ടാവുകയുള്ളൂ. ഞാനൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായം എങ്ങനെ തുടങ്ങുന്നത്? അതുകൊണ്ട് നിർജീവ പ്രവൃത്തികൾ എന്നുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, അല്ലേ? അപ്പൊ നിർജീവ പ്രവൃത്തികൾ എന്നുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കായിന്റെ പ്രവൃത്തി ഒരു നിർജീവ പ്രവൃത്തിയായിരുന്നു. അതിന്റെ കാരണം എന്താ? ജീവൻ എന്ന് പറയുന്ന ക്രിസ്തുവാ. എൻ്റെ ഉള്ളിൽ എൻ്റെ പകരക്കാരനായി ക്രിസ്തു, ഞാനല്ല ക്രിസ്തു അത്രേ എന്ന വിശ്വാസത്താൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രമേ ജീവനുള്ളൂ. വിശ്വാസം കൂടാതെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ജീവനില്ലാത്ത പ്രവൃത്തികളാണ്. മനസ്സിലായോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു മരുമകളുടെ കഥ എടുത്ത്, അതാണല്ലോ ലോകത്തിലെ സ്റ്റാൻഡേർഡ് വഴക്ക്. മരുമകളും അമ്മായിയും തമ്മിലുള്ള വഴക്കാണ് ലോകത്തിലെ ഒന്നാമത്തെ അവസാനത്തെയുമായ വഴക്ക്. അപ്പോൾ ഈ മരുമകൾക്ക് അമ്മായിയമ്മയെ സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ കുറേ പേരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ലോകത്തിൽ രക്ഷയില്ലാത്തൊരു ബന്ധം എന്ന് പറയുന്നത് അമ്മായിമ്മയുടെ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ലോകത്തിലൊരു അമ്മായിമ്മയ്ക്ക് അറിയത്തില്ല അവർ പോരെടുക്കുക എന്നുള്ള കാര്യം. അതാണ് അതിൻ്റെ പ്രശ്നം. എന്നാൽ മരുമകൾക്ക് എല്ലാം പോരാ, അമ്മായിമ്മ നോക്കുന്ന പോലും പോരാ. പക്ഷേ അമ്മായിമ്മ എങ്ങനെ നോക്കിയിട്ട് ഇത് പോരാ എന്ന് മനസ്സിലാകുന്നില്ല. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് കൗൺസിൽ ചെയ്യാന്ന് പറയുന്നത് അസാധ്യം ഏകദേശം. കാരണം അമ്മായിമ്മ പറഞ്ഞു, ഞാൻ എന്ത് പോരാ എടുത്ത്, ഞാൻ അവരെ നന്നായി വരാൻ വേണ്ടി കറക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഈ മരുമകൾ തീരുമാനിക്കുകയാണ്, പ്രസംഗമൊക്കെ ആയിട്ട് കർത്തൃമേശയൊക്കെ എടുത്തിട്ട്, ഇന്ന് മുതൽ ഞാൻ സ്നേഹിക്കാൻ പോവാം.
അപ്പം അമ്മേ ചായ വേണോ എന്ന് ചോദിക്കും. അതിനകത്ത് ഒരു അഭിനയം ഉണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്ക് അപ്പം തന്നെ മനസ്സിലാവും. കാരണം നമുക്ക് നിർജീവ പ്രവൃത്തി മാത്രം ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. കാരണം നമ്മുടെ ഹോർമോണുകളിൽ സ്നേഹം ഉണ്ടാക്കാനുള്ളതൊന്നും വരികയില്ല. കാരണം ഈ സ്നേഹം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല. നമുക്ക് സഹോദരപ്രീതി ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് മറ്റ് പലതരത്തിലുള്ള സ്നേഹം ഈ ഇഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ സ്നേഹം ഉണ്ടാക്കണമെങ്കിൽ ആത്മാവ് വരണം, ക്രിസ്തു നമ്മിൽ വസിക്കണം. ക്രിസ്തു നമ്മിൽ വസിച്ചാൽ മാത്രമേ ശരിക്കും സ്നേഹം ഉള്ളൂ. ബാക്കി പ്രവൃത്തികളെല്ലാം നിർജീവ പ്രവൃത്തികളാണ്, നമ്മൾ ആളുകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ജഡത്തിൽ നിന്ന് അങ്ങനത്തെ പ്രവൃത്തികളെ വരുള്ളൂ. അപ്പോൾ ഇതെല്ലാം നിർജീവ പ്രവൃത്തികൾ. അപ്പോൾ ഇതെല്ലാം കത്തിപ്പോവുള്ളൂ. അമ്മയ്ക്ക് ചായ കൊടുത്ത് ഒന്നും നിലനിൽക്കുകയില്ല. കാരണം ഇത് അകത്ത് എന്തില്ലായിരുന്നു? സ്നേഹമില്ലായിരുന്നു. അത് തീയിലൂടെ പോകുമ്പോൾ ശോധന ചെയ്യല, ശോധന നിൽക്കത്തില്ല. തീ വേറെ എന്തെങ്കിലും വരണ്ട, അമ്മായിമ്മയുടെ തലേന്ന് തന്നെ വന്നാൽ മതി. അമ്മ പറയും നിൻ്റെ അഭിനയമൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ ഈ ചായ ആയിട്ട് ചെല്ലുമ്പോൾ. അപ്പം അറിയാം ഇത് ശരിക്കുമുള്ള സ്നേഹമായിരുന്നോ അല്ലയോ എന്നുള്ള കാര്യം. മനസ്സിലായോ? ഇത് ഭയങ്കര ട്രിക്കിയാണ്. ഒരു മനുഷ്യൻ ഒരിക്കലും നന്നാവാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എപ്പോഴും എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നിർജീവ പ്രവൃത്തികളാണ് പ്രൊഡ്യൂസ്. അപ്പം ഞാൻ പറയും ഞാൻ അത്രയും ക്ഷമിച്ചതല്ലേ, സഹിച്ചതല്ലേ, ഞാൻ അതെല്ലാം വിട്ടിട്ട് ഇറങ്ങി വന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാം നിർജീവ പ്രവൃത്തികളായി അവസാനം കത്തിപ്പോവുള്ളൂ. നിലനിൽക്കുന്ന ഫലം എന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ വസിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ മാത്രമേ നിങ്ങൾ ഫലം കായ്ക്കുള്ളൂ. കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ മുന്തിരിവള്ളി വസിച്ചിട്ടില്ല അതിന് കൊമ്പിന് ഫലം കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ നിർജീവ പ്രവൃത്തികളെല്ലാം എന്ത് ചെയ്യും? പരിശോധിക്കപ്പെടുമ്പോൾ എല്ലാം കത്തിപ്പോവും. ഇതവിടെ പറഞ്ഞേക്കുന്നത്. അല്ല നമ്മളെ ഇട്ട് കത്തിക്കുന്ന കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രതിഫലം ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ കാര്യം നമ്മൾ ചെയ്ത എല്ലാം നിർജീവ പ്രവൃത്തികൾ. ഇത് ഒരു വലിയ നിർജീവ സ്റ്റാൻഡേർഡ് നിർജീവ പ്രവൃത്തിയാണ് ജൂൺ മാസം ആകുമ്പം പിള്ളേർക്ക് ബാഗും കുടയും മേടിച്ചു കൊടുക്കുന്ന നിർജീവ പ്രവൃത്തി. എന്താ പുസ്തകം, ബാഗ്, കുട. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നിയിരുന്നു. കാരണം നമ്മളൊരു ചർച്ചയിൽ ഇങ്ങനെ ഇരിക്കുന്നു, PYPO CVMO എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സംഘടന ഓർഗനൈസ് ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പാവപ്പെട്ട കുട്ടികളെല്ലാം ഫ്രണ്ടിൽ വന്നിരിക്കുന്നു, പണക്കാരുടെ പിള്ളേരും ഇരിക്കുന്നു, പാവപ്പെട്ടവൻ്റെ പിള്ളേരും ഇരിക്കുന്നു. അപ്പോൾ ഉടനെ പാവപ്പെട്ടവരുടെ പിള്ളേരുടെ പേര് വിളിക്കുന്നു, ഇന്ന ബാഗ് ഫോട്ടോ എടുക്കുന്നു, ഇന്ന ബാഗ് ഫോട്ടോ എടുക്കുന്നു. ഇവൻ ബാഗ് മേടിക്കുന്ന ഫോട്ടോ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ മാസികയിലെങ്കിലും ഇടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫയലിലെങ്കിലും സൂക്ഷിക്കുന്നു. ഇപ്പുറത്തെ പയ്യൻ്റെ അപ്പനായിരിക്കും ഈ ബാഗ് മേടിച്ചു കൊടുത്തത്, അവൻ്റെ കൂടെ ഇരുന്നായിരിക്കും ഇവൻ പഠിക്കുന്നത്. ഇവൻ അപമാനിതനായി അവൻ എൻ്റെ അപ്പന് കഴിവില്ല എന്ന് വിചാരിച്ച് അവൻ സ്വയം നിന്ദിച്ച് ദാരിദ്ര്യത്തെ പഴിച്ചുകൊണ്ട് പോകും. എന്നാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ആ കൊച്ചിനോട് സ്നേഹം ഉണ്ടെങ്കിൽ ഈ അപ്പനോ അമ്മയോ ഒന്നും കാണിക്കാതെ ആ അപ്പനെ വിളിച്ചിട്ട് ഇന്ന് മോൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് മറ്റേ കൈ അറിയാതെ ആ പൈസ കൊടുക്കുവാണെങ്കിൽ നമുക്ക് പറയാം സ്നേഹമാണെന്ന് പറയാം. അതിനകത്തൊരു ജീവനുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ് സമ്മതിച്ചോ? നിങ്ങൾ സമ്മതിക്കണ്ട, നിങ്ങൾ സമ്മതിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഈ പരസ്യമായിട്ട് ചെയ്യുന്ന സൽപ്രവൃത്തികളെല്ലാം എന്താണ്? ഈ മനുഷ്യരെ കാണിക്കാൻ ചെയ്യുന്ന നിർജീവ പ്രവൃത്തികളാണ്. കേൾപ്പാൻ ചെവിയുള്ളവൻ മാത്രം കേൾക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത് ബസ്പുർഖാനയുടെ ഉപദേശമല്ല, നമ്മുടെ വിശുദ്ധീകരണത്തെ സംബന്ധിക്കുന്ന ഉപദേശമാണ് ഈ പറയുന്ന വാക്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം നമുക്ക് നോക്കാം. എന്താണ് കർത്താവ് പറയുന്നത്? ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കില്ല. അപ്പം വരുവാനുള്ള ലോകത്ത് ക്ഷമിക്കാൻ ഒരു സാധ്യത ഉണ്ടോ? അപ്പൊ കർത്താവ് പറഞ്ഞേക്കുന്ന അവനോട് ഈ ലോകത്തിൽ ക്ഷമിക്കില്ല, വരാനുള്ള ലോകത്തിൽ ക്ഷമിക്കില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അപ്പൊ വരാനുള്ള ഒരു ലോകത്തിൽ പാപക്ഷമ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നല്ലേ തോന്നുന്നത്? ഇതും ഈ കത്തോലിക്കൽ എടുത്ത് പറയുന്നൊരു ഭാഗമാണ്. അവിടെ ചെന്ന് കഴിയുമ്പം അടുത്ത ഒരു ലോകമുണ്ട്, അവിടെ ചില പാപങ്ങൾ അവിടെ ക്ഷമിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഒരു ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു എംഫസൈസിങ് പോയിന്റ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ലോകം സമയത്തിനകത്താണ്. സമയത്തിനകത്തുള്ള ഈ താൽക്കാലികമായ ടൈമിൽ ഇതിനൊരു ക്ഷമയില്ല എന്ന് മാത്രമല്ല, എറ്റേണലി നോക്കിക്കഴിഞ്ഞാൽ അത് എന്നേക്കുമായുള്ളൊരു പാപമായി രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. അതായത് there is no remission for that sin in the eternal perspective. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപത്തെ നമുക്ക് വേണമെങ്കിൽ മരണകരമായ പാപമെന്ന് വിശേഷിപ്പിക്കാം. മരണകരമായ പാപം എന്താണെന്ന് ഞാൻ പറയാം, അങ്ങോട്ട് നമുക്ക് വരാം. ഓക്കെ, ഇങ്ങനെയുള്ള ചില പാസേജസ് വെച്ചാണ്
അവർ അത് പറയുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ അടുത്തേക്ക് ആണ് നമ്മൾ പോകുന്നത്. നമ്മൾ തന്നെയുമല്ല, കർത്താവ് നമ്മളെ രക്ഷിച്ചു പൂർണ്ണമായിട്ടും വിശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ബസ്പുർഖാനയിൽ പോയി ഒരു ശുദ്ധീകരണോടെ കഴിയണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിക്കാൻ മതിയായതല്ലായിരുന്നു, അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഒരു സഫറിങ്ങും കൂടെ ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ ശുദ്ധീകരിക്കപ്പെടുള്ളൂ എന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ കർത്താവിൻ്റെ രക്തത്തെ അവരെന്താ ചെയ്യുന്നത്? അപൂർണമായും മലിനമായും എണ്ണുകയാണ് ചെയ്യുന്നത്. നമ്മെ പൂർണ്ണമായും രക്ഷിക്കാൻ അവൻ്റെ രക്തത്തിന് കഴിവുണ്ട്. അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരണത്തിനായി നമ്മുടെ ഒരു പ്രവൃത്തിയും കൂടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രക്തം നമുക്ക് മതിയാകുന്നില്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് കത്തോലിക്കരുടെ ഈ ശുദ്ധീകരണ സ്ഥലം എന്ന ഉപദേശം നമുക്ക് വളരെ എളുപ്പത്തിൽ തള്ളിക്കളയാം. എന്നാൽ വേറൊരു സാധനമുണ്ട്, അതിൻ്റെ പേരാണ് ഈ സോൾ സ്ലീപ്പ് എന്ന് പറയുന്ന ഡോക്ടറിൻ. ഓക്കെ, ഈ സോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരുവിധ ബോധവുമില്ല എന്ന ഉപദേശമാണ്. ഉറങ്ങിക്കിടക്കുന്നതിന് എന്തെങ്കിലും ബോധമുണ്ടോ? ഒരു ബോധവുമില്ല. മരിച്ചു കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങിപ്പോവുകയാണ്, നമുക്ക് യാതൊരുവിധ ബോധവുമില്ല എന്നാണ് ഈ ഉപദേശം, സോൾ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ലോകത്തിൽ സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരല്ലാതെ വേറെ ഒരു സഭയും ലോകത്തിൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധമില്ല എന്ന് പറയുന്നില്ല. നമുക്കറിയാം, പല എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ വായിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ അടുത്ത് പോകുന്ന പോലെ തോന്നുന്നു, ദൂതന്മാരൊന്ന് എതിരേൽക്കുന്നു. അബോധാവസ്ഥയിലേക്കല്ല നമ്മൾ പോകുന്നത്, പിന്നെ എങ്ങോട്ടാ? കർത്താവിൻ്റെ പ്രസൻസിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു അബോധാവസ്ഥയുമില്ല. ഈ ചില വാക്യങ്ങൾ കർത്താവ് പറഞ്ഞു, ലാസർ ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ വാക്യം, അതുപോലെ തന്നെ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് പറഞ്ഞ വാക്യം, അങ്ങനെയുള്ള അനേകം വാക്യങ്ങൾ നമുക്ക് ഈ നിദ്ര പ്രാപിക്കുക, മരിക്കുക എന്ന് പറഞ്ഞാൽ നിദ്ര പ്രാപിക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക്, അതായത് ഉറങ്ങിക്കിടക്കുകയാണെന്നുള്ള അർത്ഥത്തിലേക്ക് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ നിദ്ര പ്രാപിക്കുക എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചോ, ഓക്കെ, അപ്പം രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഭാര്യ വന്ന് തട്ടി എഴുന്നേപ്പിച്ചു, എഴുന്നേക്ക് എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേക്കുന്നില്ല, മരിച്ചു. അത്രയും നേരം ഞാൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു, ഇപ്പോൾ എന്തായി? ഉറക്കം എന്തായി? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മരിച്ചതും ഉറക്കവും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. ഇത് ഒന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഉറക്കവും മറ്റേത് എഴുന്നേക്കാൻ പറ്റുന്ന ഉറക്കവും. പണ്ടൊരു പാട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഉറക്കങ്ങളും ഓരോരോ ചെറു മരണങ്ങളാണ്. പേടിക്കരുത്, പേടി വരുന്നുണ്ടോ? ഓരോരോ ഉറക്കങ്ങളും ഓരോരോ ചെറു മരണങ്ങളാണ്. കാരണം നമുക്കൊന്നും അറിയാൻ മേല ഉറങ്ങിക്കിടക്കുമ്പോൾ, യാതൊരു ബോധവുമില്ല, അല്ലേ? ശരിയല്ലേ? പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന ഒരു അത്ഭുതമല്ലേ? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, രാത്രിയിൽ ഒരു ബോധമില്ലാതെ കണ്ണു തുറക്കുമ്പോൾ, ആ മരണം എന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് സുബോധം വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയുന്ന, അയ്യോ എന്തൊക്കെ പരിപാടികൾ നടന്നു കാണും, സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് ഒന്നും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ഈ വീണ്ടും ജനിച്ച് മരിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ അബോധാവസ്ഥയിലേക്കല്ല പോകുന്നത്, കർത്താവിൻ്റെ അടുത്തേക്കുള്ളൊരു സുബോധത്തിലേക്കാണ് പോകുന്നത്. അത് ഈ അബോധാവസ്ഥയിലേക്ക് പോകുന്നു, ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്ന ഉപദേശം സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റുകാരുടെ ഉപദേശമാണ്. പക്ഷെ ഉറങ്ങുന്നവരെ കുറിച്ച്, നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ബൈബിളിൽ അനേകം വാക്യങ്ങളിലുണ്ട്. കൊരിന്ത് ലേഖനത്തിലുണ്ട്, മത്തായിയുടെ സുവിശേഷം 9:24 അങ്ങനെ പല ഭാഗങ്ങളിൽ ഈ ഉറക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും, അല്ലെ? 115 സങ്കീർത്തനം നമുക്കൊന്ന് വായിക്കാം. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. നോക്കാം നമുക്ക്. സങ്കീർത്തനം 115. അതെന്ത് കളിയത്? മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ സ്തുതിക്കുന്നില്ല. അടുത്ത വാക്യം എന്താ പറയുന്നത്? നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. അപ്പൊ മരിച്ചു പോയവരാരാ? ഒന്നുകൂടെ വായിച്ചു നോക്കി. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും എന്ത് ചെയ്യുന്നില്ല? അപ്പൊ ഞാനോ മരിക്കുന്നത് വരെ യഹോവയെ സ്തുതിക്കുന്നാണോ? എന്താ എഴുതിയേക്കുന്നേ? ഇന്ന് മുതൽ എന്നേക്കും, ഫോർ എവർ എന്നാ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന. ഫോർ എവർ, അൺസീസിങ് പ്രൈസ്, ഒരിക്കലും അവസാനിക്കാത്ത സ്തുതി ഞാൻ അവന് കരയറ്റുന്ന.
അങ്ങനെയാണ് ഈ പ്രവാചകന്മാരുടെ ഭാഷ. പൂർണ്ണമായിട്ടും പറയുകയില്ല അല്ലേ, പക്ഷെ അത് നിഴലുകളായി മർമ്മങ്ങളായിട്ടാണ് പഴയ നിയമത്തിൽ കിടക്കുന്നത്. അവിടെ പറയുന്ന ഒരിക്കലും, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ഒരിക്കലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നിത്യതയോളം അവൻ്റെ സ്തുതി എൻ്റെ നാവിൽ നിന്ന് പോവുകയില്ലെന്നാണ്. ദാറ്റ് മീൻസ് നോ വൺ ക്യാൻ റിമൂവ് ദ പ്രൈസ് ഫ്രം മൈ ലിപ്സ് എന്നാണ്. അതെന്നും. അപ്പം മരിച്ചവരെന്ന് പറഞ്ഞാൽ ആരാ? നിത്യമരണത്തിലേക്ക് പോയവർ, മൗനതയിൽ ഇറങ്ങിയവർ. അവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളോ എന്നേക്കും അവനെ സ്തുതിക്കും. ഓക്കെ, 115 സങ്കീർത്തനമാണ് അല്ലേ? ഓക്കെ, 17 വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. മരിച്ചവരും മൗനതയിലിറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. വി വിൽ വർഷിപ്പ് ഹിം ഫോർ എവർ, വി വിൽ പ്രൈസ് ഹിം ഫോർ എവർ ആൻഡ് എവർ, എവർ മോർ, എന്നേക്കും. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമം അനുസരിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ, കാരണം വാഗ്ദത്തമില്ല. പഴയ നിയമത്തിൽ ഒരിടത്തും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുള്ളൊരു വാഗ്ദത്തമില്ല. അത് നിഴലായിട്ടാണ് അടങ്ങിയിരിക്കുന്നത്. അത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവില്ല. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് ആ പൊരുൾ മനസ്സിലാകുന്നത്. ഞാൻ ഒരിക്കലും ഈ സ്തുതി നിർത്തുന്നില്ല. നിങ്ങൾക്കറിയാമോ, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറഞ്ഞ് സദൂക്കിയിൽ വന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പോൾ ദൈവം ഈ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണോ മരിച്ചവരുടെ ദൈവമാണോ എന്ന് കർത്താവ് ഒരു ഉത്തരം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അവൻ എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്, അവൻ മരിച്ചവരുടെ ദൈവമല്ല, അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കർത്താവ് എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. പോയിന്റ് നമ്പർ 1. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? പറ. എബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും മരിച്ചു പോയവരായിട്ടല്ല എണ്ണിയേക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരായിട്ടാണ് എണ്ണിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് കർത്താവ് പറയുന്നു. അങ്ങനെയാണ് മോശയോട് പരിചയപ്പെടുത്തുന്നത്. ആ സമയത്ത് എബ്രഹാം മരിച്ച ആളാണെങ്കിൽ ദൈവം പറയുമോ മരിച്ചവരുടെ ദൈവമാണോ? ദൈവം അല്ല. കർത്താവ് പറയുന്നു അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് സ്തുതി ഒരിക്കലും നമ്മുടെ അധരങ്ങളിൽ നിന്ന് പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, അമേസിങ് ഗ്രേസ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നിങ്ങൾക്കറിയാം അത്? അമേസിങ് ഗ്രേസ്, അമേസിങ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദാറ്റ് സൗണ്ട്. അതിൻ്റെ അവസാനം എന്താണെന്നറിയോ? നമ്മൾ അവിടെ ചെന്ന് 1000 വർഷങ്ങൾ കടന്നു പോയാലും നമ്മൾ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എത്ര കാലം ബാക്കിയുണ്ടായിരുന്നോ അത്രയും കാലം തന്നെ അപ്പോഴും ബാക്കിയുണ്ട്. ദാറ്റ് മീൻസ് വി വിൽ നെവർ സ്റ്റോപ്പ് പ്രൈസിങ് ഹിം. അതായത് നമ്മൾ ഇന്ന് തുടങ്ങിയ ആ സ്തുതി ഓരോ ദിവസം ചെല്ലും തോറും സ്തുതിക്കാനുള്ള ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുമല്ല, അത് അങ്ങനെ തന്നെ നിൽക്കുക. കാരണം ആ ഡേയ്സിന് എണ്ണമില്ല. വി വിൽ ഓൾവേസ് പ്രൈസ് ഹിം. അതിനിടയിൽ കുറേ നാൾ വീണ്ടും ജനിച്ച എന്നെ കുറേ നാൾ നീ ഉറങ്ങിക്കിടന്നു എന്നെ സ്തുതിക്കേണ്ടെന്ന് കർത്താവ് പറയില്ല. കാരണം വി വിൽ ഓൾവേസ് ബി സിംഗിങ് ഹിസ് പ്രൈസ്. ഓക്കെ, ഇനിയും അനേകം വാക്യങ്ങൾ നമ്മൾ ഉറങ്ങുന്നില്ല എന്നുള്ളതിന് അനേകം വാക്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചിന്തിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5:8 നമ്മൾ വായിച്ചതാണോ? 2 കൊരിന്ത്യർ ലേഖനം 5:8 വായിച്ചതാ അല്ലേ? വായിച്ചതാ. ഓക്കെ, എന്താണത്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. ആ ആ ആ ആ അവർ ഉറങ്ങിക്കിടക്കുവാണോ? പുനരുത്ഥാനം കാത്തുകൊണ്ട് ഉറങ്ങിക്കിടക്കുവാണോ? അല്ല. അടുത്ത നോക്കിയേ, ഇനി 7:9-10. ആ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ നിശബ്ദരായി പോവുകയല്ല, നമ്മുടെ സ്തുതി വർദ്ധിക്കുകയാണ്. നമുക്ക് കൂടുതൽ കർത്താവിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
പാപികൾക്ക് എന്താണ് സംഭവിക്കുന്നുള്ളതാണ്. പാപികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇത് ഒരു പക്ഷേ അധികം പേരങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് അത്ര സെർട്ടൺ അല്ല, അത്ര ഉറപ്പല്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ സ്വർഗത്തിലെ പ്രതിഫലത്തിൽ വ്യത്യാസമുള്ളതുപോലെ, തേജസ്സിൽ വ്യത്യാസമുള്ളതുപോലെ തന്നെ നരകത്തിലും പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാനത് 100% ഉറപ്പോടെ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു വാക്യം കർത്താവ് പറയുന്നു, ന്യായവിധി നാളിൽ ഇവരെക്കാളും കഫർനഹൂമിനേക്കാളും സോറിനും സീദോനും സഹിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആർക്കായിരിക്കും കൂടുതൽ സഹിക്കാൻ പറ്റുന്നത്? ഇന്ന് ഈ വചനം കേട്ട് കർത്താവിൻ്റെ അത്ഭുതം കണ്ടവരെക്കാളും ഇത് കാണാത്ത നാട്ടുകാർക്ക് കുറച്ചും കൂടെ ലൈറ്റർ പണിഷ്മെൻ്റ് ആയിരിക്കും കർത്താവ് കൊടുക്കുന്നത് എന്നൊരു ധ്വനി അവിടെയുണ്ട്. ഓക്കെ, അതൊരു ഉപദേശമായി ഒരിടത്തും പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ആക്റ്റീവ് ഈവിലായിട്ട് ജീവിക്കുന്നവരും കർത്താവിനെ അറിയാതെ നല്ല മനുഷ്യരായിട്ട് ജീവിച്ച് മരിച്ചു പോയവരും അവർ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല ദണ്ഡിക്കപ്പെടുന്നത്. ആ ദണ്ഡനങ്ങളുടെ നിലവാരത്തിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് എനിക്ക്. നിങ്ങളുടെ കാര്യം എനിക്കറിയാൻ വയ്യ, അത് ഞാനങ്ങനെ ചിന്തിക്കും. അപ്പം അധികം പാപമൊന്നും ചെയ്യാതെ ഒരുവിധം പാവങ്ങളായിട്ട് ജീവിച്ചവർക്ക് അടിയിടിയ നിത്യനരകം തന്നെ ഉള്ളൂ എങ്കിൽ പോലും അവിടെ ഈ പീഡനങ്ങളുടെ ഇൻറ്റൻസിറ്റി ചിലപ്പോൾ ഇത്തിരി കുറവാകാൻ സാധ്യതയുണ്ടെന്ന് ഞാനങ്ങ് ആശ്വസിക്കുക. നിങ്ങൾക്കങ്ങനെ ആശ്വാസം കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, യേശുക്രിസ്തു ഇല്ലാതെ ഒരു മനുഷ്യൻ പോലും സ്വർഗത്തിൽ പോവുകയില്ല. ക്രിസ്തു ഇല്ലാത്ത സകല മനുഷ്യരും അവരെത്ര നല്ല മനസാക്ഷിയുള്ളവരായാലും നരകത്തിലേ പോകുള്ളൂ. എന്തെങ്കിലും ചോദ്യമുണ്ടോ? സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരോ? ഈ അവിശ്വാസികളുടെ അവസാനം എന്തായിരിക്കും? സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരാൾ സ്വർഗത്തിൽ പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഉണ്ടെന്നുള്ളവര് മനസാക്ഷി വെച്ച് അങ്ങനൊരു പരിപാടി കർത്താവിനില്ല. ഞാൻ ഒരു ദിവസം ഒരു സഹോദരിയോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, ഈ കർത്താവിന് ഈ ഒത്തിരി നല്ല മനുഷ്യരുണ്ടല്ലോ, എല്ലാ മതങ്ങളിലുണ്ടല്ലോ, അവരെല്ലാം കർത്താവ് ഇങ്ങനെ നരകത്തിൽ വിടുവോ? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വിശ്വാസം എന്താണ്? അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, നല്ല മനസാക്ഷിയുള്ളവരൊക്കെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. നിങ്ങളിനി സുവിശേഷം പറയാൻ പോകുമ്പോൾ ഒരിക്കലും കർത്താവിൻ്റെ വചനം പറയരുത്. കാരണം കർത്താവിൻ്റെ വചനം നിങ്ങൾ 100 പേരോട് പറഞ്ഞാൽ 95 പേര് റിജക്റ്റ് ചെയ്യത്തുള്ളൂ, 5 പേര് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 95 പേര് നരകത്തിൽ പോവുകയും ചെയ്യും. കാരണം സുവിശേഷം കേട്ടിട്ട് തള്ളിക്കളഞ്ഞവരാ. കേൾക്കാതിരിക്കുമായിരുന്ന കുഴപ്പമില്ലായിരുന്നല്ലോ, മനസ്സിലായോ? അപ്പോൾ പിന്നെ നമ്മളൊരാളെ കാണുമ്പോൾ എന്ത് ചെയ്യണം? എന്ത് പറയണം? നിങ്ങളെല്ലാവരും നല്ല മനസാക്ഷിയിൽ ജീവിക്കണം. അത് കേട്ടാൽ 95 പേരും അംഗീകരിക്കും, അല്ലേ? കുറേ പേരൊക്കെ സ്വർഗത്തിൽ പോകാനും സാധ്യതയുണ്ട്. ക്രൂശ് മൂലമുള്ള ഇടർച്ച ഉണ്ടാവില്ല, നമ്മളെ ആരും തല്ലിക്കൊല്ലില്ല, കത്തിച്ചും കൊല്ലുകയില്ല. നമുക്ക് എല്ലാവരും ചെയ്യുന്ന എന്ത് പറഞ്ഞാൽ മതി? നല്ല മനസാക്ഷിയുള്ളവരായിട്ട് ജീവിച്ചാൽ കർത്താവ് പരിഗണിക്കും, ഇല്ലേ? പരിഗണിക്കില്ലേ? സുവിശേഷം കേൾപ്പിക്കരുത്. സുവിശേഷം കേട്ടാൽ അവർ റിജക്റ്റ് ചെയ്യും. സുവിശേഷം കേട്ടാൽ അവർ റിജക്റ്റ് ചെയ്ത് നരകത്തിൽ പോകും. അപ്പം നമ്മൾ ഈ സുവിശേഷം പറയാൻ വേണ്ടി പഠിപ്പിച്ചു വിടുന്നവരൊക്കെ എന്ത് പറയാവുള്ളൂ? നല്ല ഐഡിയ അല്ലേ? എല്ലായിടത്തും എന്ന് പറയാം, നല്ല മനസാക്ഷിയോടെ ജീവിച്ചോ. സുവിശേഷം ഒരിക്കലും കേട്ടിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് എന്തോ പ്രശ്നം തോന്നില്ല അത്? ഇനി അത് മാത്രമല്ല, ഞാൻ അവരോട് ചോദിച്ചു, ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്താലല്ലാതെ വീണ്ടെടുപ്പും പാപമോചനവും മനസാക്ഷി വെച്ച ഒരാൾക്ക് കിട്ടി സ്വർഗത്തിൽ പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കർത്താവ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് മരിച്ചത്? കുറേ നല്ല മനസാക്ഷിയുള്ളവരെ കർത്താവിനങ്ങ് കൊണ്ടുപോയാൽ പോരായിരുന്നോ? അപ്പോൾ ആ സഹോദരി എന്നോട് ചോദിക്കുക, ഈ കർത്താവ് അത്രയും കഷ്ടപ്പെട്ടു എന്നെല്ലാം പറയാനുണ്ടോ? അതിനേക്കാൾ കഷ്ടപ്പെട്ടെന്ന് എത്രയോ മനുഷ്യരുണ്ടെന്ന്. ഇതൊരു പാസ്റ്ററമ്മ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാം നശിച്ചു പോകുന്നു. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനിലൂടെയും ഒരു മനസാക്ഷി വഴിയിലൂടെയും യാതൊരു വഴിയിലൂടെയും രക്ഷയില്ല. സംശയമുള്ളവർക്ക് ചോദിക്കാം. അപ്പോൾ ഈ റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് മനസാക്ഷി വെച്ചുള്ള വിധി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഓക്കെ, ന്യായപ്രമാണമുള്ളവൻ പാപം ചെയ്യുന്നില്ല, ന്യായപ്രമാണം ഉള്ളതുകൊണ്ട് പാപം ചെയ്യുന്നില്ല. മനസാക്ഷിയുള്ളവന് പ്രമാണമില്ല, പക്ഷെ മനസാക്ഷി ഉള്ളത് കൊണ്ട് അവൻ മോഷ്ടിക്കുന്നില്ല. അപ്പോൾ രണ്ടുപേരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുപോലെയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ന്യായപ്രമാണത്താലും ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല, മനസാക്ഷിയാലും ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. എന്നിട്ട് ഈ 2-ാം അധ്യായത്തിൽ, റോമാലേഖനം 2-ാം അധ്യായത്തിൽ മനസാക്ഷിയുടെ കാര്യമൊക്കെ പറഞ്ഞ ശേഷം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ആകയാൽ നാം എന്തു പറയേണ്ടു? ആകയാൽ എന്ത്?
നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും, അതായത് ബൈബിള് കയ്യിലുള്ളവരും മനസാക്ഷി കയ്യിലുള്ളവരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം മുൻപ് കൂട്ടി തെളിയിച്ചുവല്ലോ. അടുത്ത വാക്യം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനുമില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റി അതുകൊണ്ടല്ലേ സുവിശേഷ ലോകത്തിലേക്ക് വരേണ്ടി വന്നത്? ബൈബിൾ ഉള്ളവനും ന്യായപ്രമാണമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരുപോലെ പാപിയാണ്. എത്ര നല്ല മനസാക്ഷിയുള്ളവനും പാപിയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി അങ്കി വെളുപ്പിക്കാത്ത ഒരൊറ്റയാൾ പോലും സ്വർഗത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്നോട് ന്യായമായിട്ട് ചോദിക്കും, ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്തവരെ നരകത്തിൽ വിടുന്നത് തെറ്റല്ലേ, അതൊരു അനീതിയല്ലേ എന്ന് ചോദിക്കും. സഹോദരങ്ങളെ, ഒരിക്കലും അല്ല. അതിന്റെ കാരണം 2 കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഞാൻ നിങ്ങളോട് പറയാം, മറ്റേ കാരണം ഞാൻ പറയല. ഒരു കാരണം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ ഒരു 20-30 പേരോ 40 പേരോ എത്ര വേണ്ട ഒരു 50 പേരുള്ള ഒരു കൂട്ടത്തിൽ ഞാൻ ഒരു പ്രോമിസ് ചെയ്യുവാണ്, ഈ മീറ്റിംഗ് ഇന്ന് 8:30 കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 2 രൂപ വെച്ച് ഞാൻ തരാം എന്ന് പറയാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എത്ര പേരാ 2 രൂപയ്ക്ക് വേണ്ടി 15 മിനിറ്റ് നിൽക്കും? അപ്പോൾ 50 പേരോട് ഞാൻ ആ ഓഫർ കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ എത്ര രൂപ വേണം? മിനിമം 50 പേര് നിന്നാൽ ഞാൻ 50 പേർക്കും കൊടുക്കണ്ടേ? അപ്പം ഞാൻ എത്ര രൂപ കരുതണം? 100 രൂപ കരുതണം. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഹൃദയം അറിയാം. 4 പേരെ നിൽക്കുള്ളൂ എന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ എത്ര രൂപ കരുതിയാൽ മതി? പറ. 8 രൂപ കരുതിയാൽ പോരെ? പോരെ? സമ്മതിച്ചോ? ഈ ലോകത്ത് ഇത്രയും മനുഷ്യരുണ്ട്, അവരിൽ ഇത്രയും പേരെ വിശ്വസിക്കുള്ളൂ എന്ന് കർത്താവിന് മുൻകൂട്ടി അറിയാമെങ്കിൽ, ഇത് കേട്ടാലും അവൻ വിശ്വസിക്കൂല്ല എന്നറിയാമെങ്കിൽ, പിന്നെ അവനെ സുവിശേഷം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കുഴപ്പമുണ്ടോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൻ പറയോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെന്ന് പറയോ? പറയല. അവൻ പറയും ഞാൻ ഇത് കേട്ടാലൊന്നും വിശ്വസിക്കില്ലായിരുന്നു, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നേ പറയുള്ളൂ. അത് മാത്രമല്ല, ലോകത്തിലെ ഏതെങ്കിലും കോർണറിൽ ഏതെങ്കിലും ഒരുത്തൻ സുവിശേഷം കേട്ടാൽ വിശ്വസിക്കുമെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വിടാൻ ദൈവത്തിന് പറ്റും. അങ്ങനെയാണ് മിഷണറിമാരെ അയക്കുന്നത്, അങ്ങനെയാണ് മിഷണറിമാർ പോകുന്നത്. ഇപ്പോൾ ഒരാൾ മധ്യപൂർവേഷ്യയിൽ സിറിയയിലേക്ക് മിഷണറി ആയിട്ട് പോകുന്നു. നിങ്ങൾക്കറിയാമോ, പാകിസ്ഥാനിൽ ചൈനക്കാരുടെ ഒരു സിൽക്ക് റോഡ് പദ്ധതി നടപ്പാവുന്നുണ്ടായിരുന്നു. ഈ ചൈനയിൽ അനേകം ക്രിസ്ത്യൻസ് ഉണ്ട്. അവർ എന്ത് ചെയ്യുന്നറിയാം? കൂലിപ്പണിക്കാരായിട്ട് സുവിശേഷം പറയാൻ വേണ്ടി ഈ പണിക്കാരായിട്ട്, ഈ സിൽക്ക് റോഡ് പണിയുന്ന ആൾക്കാരായിട്ട് ഇതിനകത്ത് കയറും, പാകിസ്ഥാനകത്ത് കയറും. എന്തുമാത്രം സുവിശേഷമില്ല ഈ ചൈനക്കാരൊക്കെ ചെയ്യുന്നതെന്നറിയോ? ചൈനക്കാരും കൊറിയക്കാരുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ സുവിശേഷം പറയുന്നത്. ആദ്യമൊക്കെ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരൊക്കെ ആയിരുന്നു, അവരൊക്കെ പരിപാടി നിർത്തി. ഇപ്പം നമ്മളൊക്കെയാണ് ഇനി പോകേണ്ടത്. പക്ഷെ നമ്മളിപ്പം നമ്മുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ലാതിരിക്കുകയാണ്. അന്നേരമാണ് സുവിശേഷം പറയാൻ പോകുന്നത്. ഇന്ന് ആ കർത്താവിന് വേണ്ടി മരിക്കാൻ പോകുന്നതല്ല. നിങ്ങൾക്കറിയാമോ, ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനകത്ത് സെന്റിനൽ ദ്വീപ് എന്ന് പറഞ്ഞൊരു ദ്വീപിൽ ഒരു സഹോദരൻ പോയി മരിച്ചത്. ജോൺ എന്ന് പേരുള്ള ഒരാൾ, ഫുൾ നെയിം എനിക്ക് ഓർമ്മയില്ല. അവരെ പ്രാർത്ഥിച്ചു വിട്ട പാസ്റ്ററിനെ ഞങ്ങളുടെ സഭയിൽ ഒരു ബ്രദറിനെ അറിയാം. അത് ഒരാളല്ല, അവരൊരു സംഘം വെയിറ്റ് ചെയ്തിരിക്കുമോ മരിക്കാൻ തയ്യാറായിട്ട്. അതായത് അവിടെ ചെന്നേ പറ്റൂ. മരണത്തെ ഗണ്യമാക്കാത്ത വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. അതിനർത്ഥം എന്താണ്? അവിടെ ദൈവം കണ്ടിട്ടുള്ള ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി ദൈവം അവിടെ ആളെ കടത്തിവിടും. കാരണം ദൈവത്തിന് ഏത് പ്രതിബന്ധത്തെയും മാറ്റാൻ പറ്റും. അങ്ങനെയാണ് കർത്താവ് രക്ഷിക്കുന്നത്. ഒരൊറ്റയാൾ പോലും നശിച്ചു പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ദൈവം ചെയ്തതെല്ലാം ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? കുറച്ചെങ്കിലും തോന്നിയാൽ മതിയായിരുന്നു. നമുക്ക് ദൈവം ചെയ്യുന്ന ന്യായമാണെന്ന് തോന്നിയില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അല്ലേ? ദൈവത്തിന് നമ്മളോട് ആരോട് ഉത്തരം പറയേണ്ട ഒരു കാര്യമില്ല. അവനെല്ലാം നീതിയായിട്ട് ചെയ്യുള്ളൂ. നമുക്ക് മനസ്സിലാകുന്നില്ല എന്നൊരൊറ്റ കുഴപ്പം മാത്രം, നമ്മുടെ ബുദ്ധിക്കുറവെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആത്മാക്കൾ ഉറങ്ങുകയല്ല, നമ്മൾ നേരെ കർത്താവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതുപോലെ ദുഷ്ടന്മാർ മരിക്കുമ്പോൾ അവർ ഈ യാതനാസ്ഥലത്തേക്ക്, അതായത് യാതനാസ്ഥലത്തേക്ക് അവരുടെ സോൾ, ശരീരം ഇവിടെ കിടക്കുവാണല്ലോ, ആ സോൾ ഒരു ടോർമെന്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇതെല്ലാം സ്പിരിച്വൽ പ്ലേസസ് ആണ്. അപ്പോൾ യാതനാ സ്ഥലത്തേക്ക് അവർ പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനും ഈ ഒരു കാര്യമുണ്ടോ, സാത്താൻ, നരകം, ദുഷ്ടന്മാരുടെ അവസാനം, ഈ വക കാര്യങ്ങളെക്കുറിച്ച് വളരെ പരിമിതമായ വെളിപ്പാടുകൾ മാത്രമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ. കാരണം അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ല. സാത്താൻ എങ്ങനെ ഉണ്ടായത്, സാത്താൻ്റെ മർമ്മങ്ങൾ എന്തൊക്കെയാണ്, സാത്താൻ്റെ ശക്തി, ഇതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ കർത്താവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. പക്ഷെ ഒരിക്കലും പറയരുത് സാത്താന് ഭയങ്കര ശക്തിയാണ്. എന്താ കുഴപ്പമെന്നറിയോ?
സാത്താന് ശക്തിയാന്ന് പറയുന്ന ഒരു വർഷിപ്പാണ്. നമ്മൾ ദൈവത്തോട് പറയില്ലേ, ബലവാനായ ദൈവം, സർവശക്തനായ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുക. അതുപോലെ സാത്താന് ഭയങ്കര ശക്തിയാ ബ്രദറെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിയല്ലേ? നമ്മൾ അവന് ബലം കരയറ്റുക. ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ സാത്താന്റെ പോരാട്ടം മാറാത്തത് അവൻ ഈ ബലം കൊടുക്കുന്നുണ്ടാ. എതിർത്ത് പോരാന്ന് പറഞ്ഞാൽ അവൻ നിമിഷം നേരം കൊണ്ട് പോകും. പക്ഷെ ഇവർ സമ്മതിക്കില്ല. പോരാട്ടം ഉണ്ടെന്നല്ലേ പറയുന്നത്. ഒരു പോരാട്ടം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു പോരാട്ടവും ഇല്ല. ഞാൻ വിശ്വാസമുണ്ട്, 10-28 വർഷമായി എനിക്ക് ഇന്നേ വരെ ഒരു പോരാട്ടവും തോന്നിയിട്ടില്ല. എൻ്റെ മോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് പലപ്പോഴും പോരാട്ടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഈ സാത്താൻ ഇങ്ങനെ വന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവിൻ്റെ അടുത്ത് പരീക്ഷിക്കാൻ സാത്താൻ ഡയറക്റ്റ് പോകണമായിരുന്നു, അല്ലേ? കാരണം കർത്താവിൻ്റെ ഉള്ളിൽ പാപമില്ലായിരുന്നു. നമ്മളെ പരീക്ഷിക്കാൻ സാത്താൻ വരേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ചുമ്മാ പോയ വഴിക്ക് എല്ലാം ഈ പരീക്ഷണത്തിലൂടെ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാത്താൻ തന്ത്രത്തിലാണ് നമ്മളെ കുരുക്കുന്നത്. ഇപ്പം തന്ത്രത്തിൽ അവൻ ആരാധന സ്വീകരിച്ചത് കണ്ടോ? ഈ സാത്താൻ്റെ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തന്ത്രങ്ങളാണ്. അതിനെക്കുറിച്ച് പറയാനുള്ള സമയമില്ല, അത് വേറൊരു ടോപ്പിക്കാണ്. ഈ സാത്താൻ്റെ തന്ത്രങ്ങൾ, സ്കീമിങ് ഡെവിലിൻ്റെ പരിപാടി മുഴുവൻ തന്ത്രങ്ങൾ. അവന് ശക്തിയില്ല. നമ്മൾ എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ കുഞ്ഞാട് ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ്റെ തലയെ തകർത്ത് കളഞ്ഞതാണ്. അവനെ അടിയറ പറയിപ്പിച്ചത്. അവന് ശക്തിയില്ല, പക്ഷെ അവന് ഭയങ്കര തന്ത്രങ്ങളാണ്. നമ്മളെ കുരുക്കി നമ്മുടെ വിശ്വാസത്തെ അപഹരിച്ച് കളയാനുള്ള ടെക്നിക്കുകളെല്ലാം അവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം, പേടിക്കരുത്. മനസ്സിലായോ? ഓക്കെ. എൻ്റെ വൈഫ് ഇടയ്ക്ക് പറയാറുണ്ട് ഒരു അനുഭവം പുള്ളിക്കാരിക്ക് ഉണ്ടായത്. ഒരു ഡിമോണിക് ഫോഴ്സുമായിട്ടൊരു കൺഫ്രണ്ടേഷൻ അടുത്ത് വന്ന് നിന്നിട്ട്, അപ്പോൾ തല ഇങ്ങനെ അടിച്ച് ചതച്ച് പപ്പടം പോലെ ആക്കിയിരിക്കുക. അങ്ങനെ ഒരു വിഷൻ പുള്ളിക്കാരി കണ്ടതായിട്ടുണ്ട്, പറയാറുണ്ട്. അപ്പോൾ ഇത് തകർന്ന സാധനമാണ്. ഓടാന്ന് പറഞ്ഞത് ഓടിക്കോളൂ. ധൈര്യമുണ്ടോ? അല്ലാതെ സാത്താന് ഭയങ്കര ശക്തിയാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കരുത്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഭയങ്കര പോരാട്ടമാണ് പാസ്റ്റർ. ഞാൻ എന്താ പോരാട്ടം? മുട്ടയിൽ കൂടോത്രം, ചെമ്പരത്തിപ്പൂവിൽ കൂടോത്രം രാവിലെ കാണാൻ ഗേറ്റിൽ വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു ബ്രദറെ, ഒരു പരിഹാരവും ഇല്ല. ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു ബ്രദറെ, പോയില്ല. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് വിട്ടിട്ട് അവരുടെ കൂടെ പോകാം. കാരണം ശക്തി ആർക്കാ? ഇന്ന് നമ്മൾ നോക്കുമ്പം കർത്താവിന് നമ്മളെ രക്ഷപ്പെടുത്തണമെന്നും നമ്മുടെ ലോൺ മാറ്റണമെന്നും നമ്മുടെ രോഗം മാറ്റണമെന്നും നമ്മുടെ പിള്ളേരെ എങ്ങനെ അമേരിക്കയിൽ എത്രയ്ക്കൊന്നും ആഗ്രഹം ഉണ്ടെങ്കിലും ഈ സാത്താൻ സമ്മതിക്കാത്തതുകൊണ്ട് ഒരു പണിയും നടക്കുന്നില്ല. അപ്പം ആർക്കാ ശക്തി എന്നാണ് നിങ്ങൾ പറയുന്നത്? അത് അതിൻ്റെ കൂടെ നിങ്ങളും കൂടി ശാസിക്കുന്ന പ്രവാചകന്മാരും കൂടി എല്ലാവരുടെ ശാസിച്ചിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം നടക്കുന്നില്ല, സാത്താൻ്റെ ഇഷ്ടം നടക്കുന്നുള്ളൂ. അപ്പോൾ ആരാ വലിയ ശക്തിമാൻ ഇതിനകത്ത്? എന്തൊരു മണ്ടത്തരമല്ലേ! കർത്താവ് അറിയാതെ നമ്മുടെ തലമുടിയുടെ ഒരു നാര് പോലും താഴെ വീഴുകയില്ല. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട 1-2 മരണത്തെക്കുറിച്ചുള്ള 1-2 വിഷയങ്ങളിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ വിശ്വസിക്കാത്തവരുടെ ന്യായവിധി ഇപ്പോൾ തന്നെ വന്നുമിരിക്കുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അതായത് ദേ ഓൾറെഡി സ്റ്റാർട്ടഡ് ദാറ്റ് പണിഷ്മെൻറ്റ്. അപ്പോൾ ഈ ന്യായവിധി വരുന്നതിൻ്റെ ഒരു അടയാളമാണ്. പണ്ട് ഈ പോൾ വാഷർ എന്ന് പറഞ്ഞൊരു പ്രസംഗമുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കേൾക്കണം. അത് അമേരിക്കയിലുള്ള ഒരു പ്രസംഗകനാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു പ്രസംഗകനാണ്. അദ്ദേഹം ഇപ്പം ഹാർട്ടിന് പ്രോബ്ലമായിട്ട് റെസ്റ്റിങ്ങിലാണ്. യൂട്യൂബിൽ പോൾ W നടിക്കുമ്പോഴേക്കും ഒരു ഇഷ്ടം പോലെ വീഡിയോസ്. അദ്ദേഹം ഒരു മിഷണറി കൂടിയാണ്. പെറു, ഇങ്ങനെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്ട്രീറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന് ഹൈദരാബാദിലൊക്കെ വർക്കുണ്ട്. കണ്ട വളരെ യങ്ങായിട്ട് തോന്നും, പക്ഷേ മിഡിൽ ഏജ്ഡ് ആണ്. വളരെ നല്ല ഒരു ശുശ്രൂഷയാണ് പോൾ വാഷർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞാണ്, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും ഈ പ്രോസ്പെരിറ്റി തിയോളജി, ഈ പാസ്റ്റർമാർ ചൂഷണം ചെയ്യുന്നു, അവരുടെ എല്ലാം മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ആളുകൾ പോയിരുന്ന് അവർ ഇത്രയും പേര് നശിച്ചു പോവാണല്ലോ എന്ന് നിങ്ങൾ വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം സ്റ്റേജിൽ നിൽക്കുന്നവനും ഈ കേൾക്കാനിരിക്കുന്നവരും അന്വേഷിക്കുന്ന കർത്താവിനെ അല്ല. എന്താ അന്വേഷിക്കുന്നത്? സ്റ്റേജിൽ നിൽക്കുന്നവൻ പോപ്പുലാരിറ്റി, പണം. ഇരിക്കുന്നവരെന്താ അന്വേഷിക്കുന്നത്? വിടുതൽ, പൈസ, ജോലി. അപ്പോൾ കർത്താവിനെ അന്വേഷിക്കാത്ത ഒരു കൂട്ടം ജനത്തിന് അവർക്ക് പറ്റിയ ശുശ്രൂഷകരെ കൊടുത്തിട്ട് അവർക്ക് ന്യായവിധി സ്റ്റാർട്ട് ചെയ്ത് തന്നെ കഴിഞ്ഞു എന്നാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്. അവരെ ഈ വഞ്ചനയ്ക്ക് ഇരയാകാൻ തക്കവണ്ണം ദൈവം അവരെന്ത് ചെയ്തു? ഇതിന് ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതായത് അതൊരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമാണ്, ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. നമുക്കിത് ബോഷ്ക്ക് കേൾക്കേണ്ടി വരുന്നതും അത് വിശ്വസിക്കേണ്ടി വരുന്നതും. ഓക്കെയാണോ? സമ്മതിച്ചോ? ഓക്കെ, ഇനി നമുക്ക് മാന്യമായി എങ്ങനെ മരിക്കാം എന്നൊരു ചോദ്യത്തിലേക്ക് നമ്മൾ വരിക. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് മാന്യമായി മരിക്കണമെന്ന്? കോവിഡ് ഒന്ന് വിളിച്ച് മരിച്ചാൽ
മാന്യമായ മരണമാണോ? വണ്ടി ഇടിച്ച് മരിച്ച, ആൾക്കാർ തല്ലിക്കൊന്ന, ഏതാ മാന്യമായ മരണം? ചില ആൾക്കാർ പറയാറുണ്ട് ആക്സിഡൻ്റ് ഉണ്ടായി മരിച്ചാൽ അത് മാന്യമായ മരണമല്ല, അത് ശാപമാണ്. പക്ഷെ എനിക്കൊരു പ്രശ്നം ഇതാണ്, ബൈബിളിൽ എവിടെയാണ് അങ്ങനെയുള്ളത്? ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സത്യം മാത്രം പ്രവചിച്ച ഒരു പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ പേര് മറക്കാൻ പാടില്ലായിരുന്നു. നിക്കി ക്രൂസ്, ആർക്കെങ്കിലും അറിയാമോ നിങ്ങൾക്ക്? അദ്ദേഹം ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ഈ അടുത്തിടെ പ്രായമായിട്ടാണ് മരിച്ചത്. എൻ്റെ പേര് ഓർക്കാൻ പറ്റാത്തൊരു ഭയങ്കര കഷ്ടമാണല്ലോ. എനിവേ, അപ്പോൾ ഒത്തിരി ശുശ്രൂഷകർ ആക്സിഡൻറ്റ് മരിക്കുന്നുണ്ട്, പ്രായമായി മരിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ എന്താ പറയുന്നത്, രോഗം വന്ന് മരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല മരണം ഏതാ? പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക. അന്നേരം പറയൂ, പ്രസംഗിച്ച് ശുശ്രൂഷയുടെ നടുവിൽ തന്നെ കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റി. പ്രിയ സഹോദരങ്ങളെ, എങ്ങനെ വേണേലും മരിക്കാം. വൃത്തികേട് കാണിച്ചിട്ട് നാട്ടുകാർ തല്ലിക്കൊല്ലായിരുന്നാൽ മതി. മനസ്സിലായോ? കയ്യിലിരിപ്പ് കാരണം നാട്ടുകാർ ഓടിക്കുമ്പം കുഴിയിൽ വീണ് മരിക്കുക, അങ്ങനെയുള്ള വൃത്തികെട്ട മരണങ്ങളൊന്നും നമുക്ക് പാടില്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്, തല്ലിപ്പൊളി ആയിട്ട് ജീവിച്ചിട്ട് അവസാനം പോലീസ് പിടിച്ചുകൊണ്ട് പോവുക, ഇങ്ങനെയുള്ള പരിപാടികളിൽ അകപ്പെടാതെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സമാധാനമായി മരിക്കാം. എങ്ങനെ മരിച്ചാലും എപ്പം മരിച്ചാലും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും എത്തും. അതുകൊണ്ട് മാന്യമായി മരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വിശുദ്ധീകരണത്തിൽ മരിക്കുക എന്നാണ്. വി നീഡ് ടു ബി സാങ്ക്ടിഫൈഡ് വെൻ വി ഡൈ. പണ്ടൊരു പ്രസംഗം ഇവിടെ എറണാകുളത്ത് എപ്പോഴും പറയുമായിരുന്നു, ആക്സിഡൻറ്റിൽ മരിക്കുന്നത്, പേര് പറയില്ല, ആക്സിഡൻറ്റ് മരിക്കുന്നത് ശാപമാണ്. പക്ഷെ അദ്ദേഹം ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അത് ദൈവം തന്നെ അത് ചെയ്യിപ്പിച്ചതാണ്. കാരണം ഒത്തിരി ആളുകളുടെ ജീവിതത്തിലേക്ക് അസമാധാനം ഉണ്ടാക്കുന്ന ഒരു ഉപദേശം അത്. ആരെങ്കിലും ആക്സിഡൻറ്റ് മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യാശയുമില്ല, കാരണം ശാപത്തിനിരയായി എന്ന് അവർ വിചാരിക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു വചനവും ബൈബിളിലില്ല. എങ്ങനെ വേണമെങ്കിലും മരിക്കാം. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോൾ വേണമെങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു. അവർ പലപ്പോഴും മരണഭയത്തിലായി, കപ്പൽ ഛേദത്തിലായി, ഇല്ലേ? അപ്പോൾ ഏത് സമയത്തും ഏത് രീതിയിൽ വേണമെങ്കിലും ആളുകൾക്ക് മരിക്കാം. കോവിഡ് വന്ന സമയത്ത് ആൾക്കാർ പറയുമായിരുന്നു, ഞങ്ങളിൽ ആർക്കും കോവിഡ് വരില്ല. എത്ര പേരെ പറഞ്ഞെന്നറിയോ? ഓർമ്മയുണ്ടോ അത്? പലരും പറഞ്ഞു കോവിഡ് വിശ്വാസികളെ തൊടില്ല. എത്ര പേര് കേട്ടായിരുന്നത്? ചില ആൾക്കാർ കോവിഡിനെ കുവൈറ്റ് വഴി പറപ്പിച്ചായിരുന്നു, പക്ഷെ അതെല്ലാം തിരിച്ചു വന്നു. അത് വിശ്വാസികളെ ബാധിച്ചു. പാസ്റ്റർമാരാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം പാസ്റ്റർമാരാണ് ഈ വീടുകളിൽ കയറി ഇറങ്ങേണ്ടി വന്നത്. ആർക്കും പോകാൻ പറ്റാത്തടത്ത് ഇവർക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഒത്തിരി പാസ്റ്റേഴ്സ് ആ സമയത്ത് ജീവൻ വെടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി വിശ്വാസികൾ, ഞങ്ങളുടെ സഭയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ 1-2 പേര് ആ സമയത്താണ് കർത്താവിൽ നിദ്ര പ്രാപിച്ചത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മരിക്കാം. ഇനിയൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് സൂയിസൈഡിനെ കുറിച്ചാണ്. ആത്മഹത്യ ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ്. നമുക്കത് പരിശോധിക്കുന്നതിന് മുമ്പ് ഇത് വളരെ സൂക്ഷിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ളൊരു ചോദ്യം. ശരിക്കും നമ്മൾ മരണം എന്താണ് എന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ പറഞ്ഞത്? നമ്മുടെ ആത്മാവും മൈൻഡും കൂടെ ഒന്നായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മരണം എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് എന്തൊക്കെയാണ് പോകുന്നത്? മൈൻഡ് ആൻഡ് സോൾ. അത് ഒരേ തോട്ട് പ്രോസസ്സിലേക്കാവും ഒരു വിശ്വാസിയുടെ മരണത്തിൽ സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം എൻ്റെ മൈൻഡിന് എന്തിനോട് ഒബ്ജക്ഷൻ ഇല്ല, സ്പിരിറ്റ് പറയുന്ന ഒന്നിനോട് ഒബ്ജക്ഷൻ ഇല്ല. ഈ മരിക്കുന്ന സമയത്ത് എല്ലാ വിശുദ്ധന്മാരും അങ്ങനെയാണ്, മിക്കവാറും എല്ലാവരും. അതായത് മൈൻഡ് അങ്ങോട്ട് എഗ്രി ചെയ്യും, പോകാൻ റെഡിയാവും. അതുവരെ മസിൽ പിടിച്ച് ഇരുന്നവരെല്ലാം ആ സമയമാകുമ്പോൾ പോകാൻ റെഡിയാവും. അതാണ് ആ മൈൻഡ് എഗ്രിയിങ് വിത്ത് ദ സ്പിരിറ്റ്. കം ലെറ്റ് us ഗോ എന്നുള്ള ശബ്ദം ഈ മൈൻഡ് കേൾക്കുക. അത് മൈൻഡിന് ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ആത്മാവിൻ്റെ ശബ്ദമാണ് എന്ത്? വാ നമുക്ക് പോകാം എന്നുള്ളത്, അല്ലേ? ആണോ? അല്ലേ? ഓക്കെ, അപ്പോൾ സൂയിസൈഡിലുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് സ്പിരിറ്റ് പറയുന്നതല്ല, മൈൻഡ് കേൾക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്പിരിറ്റ് പറയുമോ പോയി ചാവാന്ന്? ഒരിക്കലും പറയില്ല. അപ്പോൾ മൈൻഡ് ഈ മരണം സ്വീകരിക്കുന്ന സ്പിരിറ്റിൻ്റെ അഡ്വൈസിലല്ല, മൈൻഡിൻ്റെ ഇൻഡിപെൻഡൻസിലാണ്. അതായത് മൈൻഡ് എന്തിനോട് എഗ്രി ചെയ്യുന്നില്ല? ഈ ആത്മാവിനോട് ഒട്ടും എഗ്രി ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും സൂയിസൈഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വി ആർ ഡിനൈയിങ് ദ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് സാൽവേഷൻ. അതായത്
ആത്മാവിനെ നിഷേധിക്കുകയാണ് സൂയിസൈഡിലൂടെ ഒരാൾ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് മനസ്സിലാവും. എനിക്ക് ഒന്നാമത് എല്ലാവരുടെ മുഖം കാണാനും പറ്റുന്നില്ല. കാഴ്ചയുടെ കുറവാണോ? ഇത് കണ്ണാടി മുഴുവൻ പുക, അതുകൊണ്ട് ഇത് വെച്ചിട്ടും വലിയ കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ സൂയിസൈഡിൽ വരുന്നത് കോൺഫ്ലിക്റ്റ്, സ്പിരിറ്റ് ആൻഡ് മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ആത്മാവിൽ ജീവനുള്ളവർക്ക്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ എൻ്റെ സൂയിസൈഡ് ആവുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ഒരു സ്പിരിറ്റ് ഉള്ളിൽ സംസാരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മൈൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മരണത്തിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം അവൻ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാണ് നമ്മൾ വീണ്ടും ജനിച്ചവനെന്ന് പറയുന്നത്. എന്നാൽ വിധിക്കരുത്. ഒരാൾ സൂയിസൈഡ് ചെയ്തൊരു സ്ഥലത്ത് നിങ്ങൾ ചെന്നു എന്ന് വിചാരിച്ചോ, അവിടെയും വിധിക്കാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അവർ മിക്കവാറും പെരിഷ് ചെയ്ത് കാണുമായിരിക്കും, പക്ഷെ എന്നാൽ പോലും നമുക്ക് വിധിക്കാനുള്ള അവകാശമില്ലാത്തതിന് ഒരു കാരണമുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി ആളുകൾക്കും ഈ സിക്കായിട്ടുള്ള മൈൻഡുണ്ട്. അതായത് മാനസികമായ പ്രശ്നം. മാനസിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈപ്പോളാർ പോലെയുള്ള, അതായത് മൈൻഡിന് ചില ഹോർമോണുകൾ കാരണം, ചില കെമിക്കൽ ഫ്ലോ കാരണം മൈൻഡിന് ഓർഡർലി ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത രോഗമുള്ളവരുണ്ട്. ദുരാത്മാവ് ബാധിച്ചവരുണ്ട്. ദുരാത്മാവ് ബാധിച്ചവർ എന്തായാലും നരകത്തിലേ പോകത്തുള്ളൂ. ഈ ദുരാത്മാവും മനോരോഗവും രണ്ടും രണ്ടാണ്. കേൾക്കുന്നുണ്ടോ? ഒരു വലിയ പങ്ക് മനോരോഗം എന്ന് പറയുന്നതും ദുരാത്മാവാണ്. കാരണം ഈ മനോരോഗമുള്ള 1-2 പേരിൽ നിന്നും ഈ ഈവിൽ സ്പിരിറ്റ് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവർ നോർമൽ ആവുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഞങ്ങളുടെ ചർച്ചിലൊരു ഡോക്ടറുണ്ട്. ഈ ഡോക്ടർ സൈക്കാട്രിസ്റ്റാണ്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൺസൾട്ടിങ് റൂമിൽ ഒരു ആൾ വന്നു. പുള്ളി പറഞ്ഞത് ഇദ്ദേഹത്തിനെ ഈ മനോരോഗമല്ല എന്ന് പുള്ളി ഒന്ന് ജഡ്ജ് ചെയ്തു, ഡിസൈൻ ചെയ്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു കട്ടിലേക്ക് കിടക്കാൻ പറഞ്ഞു. കിടന്നു. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ പറഞ്ഞു. നീ ആരാന്ന് ചോദിച്ചു. പുറത്തു പോകാൻ പറഞ്ഞു. പുറത്തു പോയി. ആ സൗഖ്യമായിട്ട് എഴുന്നേറ്റ് പോയി. അപ്പോൾ ബോത്ത് ഹാപ്പൻസ്. ഇത് 2 തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ വിവേചിക്കണം. എല്ലാം ദുരാത്മാവല്ല, ചിലത് ദുരാത്മാവാണ്. ആ ദുരാത്മാവ് വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കർത്താവിൻ്റെ ആത്മാവും ദുരാത്മാവും കൂടെ ഒന്നിച്ചിരിക്കത്തില്ല, ഒന്നേ ഇരിക്കുള്ളൂ, അല്ലേ? കർത്താവിൻ്റെ ആത്മാവുള്ള ഒരാളെ ദുരാത്മാവിനെ സ്വാധീനിക്കാം, ആക്രമിക്കാം, ഉപദ്രവിക്കാം, സപ്രസ് ചെയ്യാം, പക്ഷെ പൊസസ് ചെയ്യാൻ പറ്റത്തില്ല. ഉപദ്രവിച്ചുകൊണ്ടിരിക്കാം, ഓക്കെ, പുറമേ നിന്ന് ആക്രമിക്കാം, പക്ഷെ അകത്ത് പൊസസ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും ജനിച്ച ആത്മാവ് ഉള്ളിലുള്ള ആത്മാവിൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് അയാൾ നിറയുന്നതെങ്കിൽ അയാളുടെ ഉള്ളിൽ ദുരാത്മാവിന് ചേർന്ന് വസിക്കാൻ സാധിക്കില്ല. കാരണം ക്രിസ്തുവിനും ബലയാമിനും തമ്മിൽ യാതൊരു കൂട്ടായ്മയില്ല, ഇരുളിനും വെളിച്ചത്തിനും തമ്മിൽ ഒരു കൂട്ടായ്മ. എന്നാൽ പള്ളിയിൽ വരുന്ന ആരാധിക്കുന്ന എല്ലാവരും വീണ്ടും ജനിച്ചവരല്ല, എല്ലാവരുടെ ഉള്ളിലും ആത്മാവില്ല. അതുകൊണ്ട് ദുരാത്മാബാധ ഉള്ളവരും ഇവിടെ കാണാം, സഭയ്ക്കകത്ത് കാണാം. ഓക്കെ, അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അത് 100% പരാജയവും ദൈവത്തിനെതിരെ ഉള്ളതും രക്ഷയ്ക്കെതിരെയുള്ളതും സാങ്ക്ടിഫിക്കേഷനെതിരെ ഉള്ളതുമാണെന്ന് നമ്മൾ തിയററ്റിക്കലി മനസ്സിലാക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു പെട്ടെന്നൊരു വിഭ്രാന്തിയിൽ, കൺട്രോളില്ലായ്മയിൽ അങ്ങനെ ചെയ്തു പോയതാണോ എന്നുള്ള കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി 16-17 വയസ്സാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഏജ് ഓർക്കുന്നില്ല. അവർ വളരെ നാളുകളായിട്ട് വിശ്വാസത്തിൽ ജീവിച്ച ആ കുട്ടിയും ഭയങ്കര വിശ്വാസം. ഇപ്പോൾ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നൊക്കെ എഴുതി. ഭയങ്കര ഡീപ്ലി സ്പിരിച്വൽ ആയിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി ഡയറിയിൽ എഴുതിയിട്ടുണ്ട്, എനിക്കൊന്നുമില്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ദിവസം സുപ്രഭാതത്തിൽ ആളങ്ങ് സൂയിസൈഡ് ചെയ്തു. അപ്പനും അമ്മയും ഷാറ്റേഡായിപ്പോയി. അവിടെ വരുന്നവർ എന്താ പറയുന്നത്, കൊച്ചു നരകത്തിൽ പോയി എന്നാണ് പറയുന്നത്. ഇത് എന്തോ ചെയ്യാനാ? അപ്പോൾ ഇതുപോലെയുള്ള ട്രാജഡികൾ പലപ്പോഴും ഭവനങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ കുറച്ച് കരുണയുള്ളവരായിരിക്കണമെന്നും എടുത്തു ചാടി വിധി പ്രസ്താവിക്കരുതെന്നും അത് ദൈവത്തിന് വിടണമെന്നും ഞാൻ മനുഷ്യൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. അതുകൊണ്ട് ആത്മഹത്യ ചെയ്താൽ അത് തീർച്ചയായിട്ടും രക്ഷയ്ക്കെതിരാണ്, അത് നരകത്തിൽ പോകുന്നത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കേണ്ടതും ദൈവത്തിന് ആ ജഡ്ജ്മെൻറ്റ് വിടേണ്ടതും ആവശ്യമാണ് എന്നും കൂടെ ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ മാന്യമായി മരിക്കുക എന്ന് പറയുന്ന മരണം എന്ത് മരണമാണ് എന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ മാന്യമായി മരിക്കുന്നത്?
ഞാൻ 1-2 മരണങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഞാൻ 96-ലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ ഒരു MBBS എൻട്രൻസ് എഴുതണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ട്രയൽ നോക്കാം എന്ന് ഞാൻ ചിന്തിച്ചു. കാരണം എൻ്റെ അപ്പൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ MBBS എടുപ്പിക്കും. അപ്പോൾ ആ സമയത്താണ് ഈ കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഈ MBBS എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കസിൻ, അതായത് അമ്മയുടെ ആങ്ങളുടെ മകൻ, ഒരു പാരലൽ കോളേജ് നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ പാരലൽ കോളേജിൽ 1 മണിക്കൂർ, രാവിലെ 1-2 മണിക്കൂർ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു നിങ്ങൾക്ക് എല്ലാവർക്കും ആളെ അറിയാമായിരിക്കും, ഞാൻ പറഞ്ഞു വരുന്ന ആളെ അറിയാമായിരിക്കും. അദ്ദേഹം ഷാരോനിലെ ഒരു ശുശ്രൂഷകൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഈ മണക്കാലെ വന്ന് ബീഡി എടുത്ത ഒരു അപ്പച്ചനാണ്. നിങ്ങൾക്ക് ഈ ഷാരോനിലുള്ള എല്ലാവർക്കും തന്നെ അദ്ദേഹത്തെ അറിയാനാണ് സാധ്യത പറഞ്ഞു വരുമ്പോൾ. ഇദ്ദേഹം ഞാനുമായിട്ടൊരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. അദ്ദേഹത്തിന് 67 വയസ്സ്, എനിക്ക് 20 വയസ്സ്. അപ്പോൾ എവിടെ പോയാലും ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. ഞങ്ങൾ ട്രൈബൽ കോളനി പോയി സുവിശേഷം പറയാൻ പോകുന്നു. വീടുകൾ കയറി ഇറങ്ങി സുവിശേഷം പറയും. ഞാൻ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, സ്നാനപ്പെട്ട ആ സമയത്താണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ, ഞാൻ വളരെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് അടുത്ത് പോയി നോക്കിയിട്ടുണ്ട്. ഒരു ജൂബ, ഒരു മുണ്ട്, ഒരു തുണിസഞ്ചി, അതിനകത്തൊരു ബൈബിള്, ആ തുണിസഞ്ചിയിൽ ഒരു എക്സ്ട്രാ ക്ലോത്ത്, അത് മാത്രമേ ഉള്ളൂ പുള്ളിക്ക്, വേറെ ഒന്നുമില്ല. ഒരു ബുക്ക്, ഒരു പേന. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പുതിയ ജൂബ എടുത്തിട്ട് ഇത് അലക്കിയിടും, പുള്ളി തന്നെ അലക്കിടും. എവിടെയെങ്കിലും പോയാൽ കട്ടിൽ വേണ്ട, ബെഡ് വേണ്ട, തലന വേണ്ട, പായിൽ കിടക്കും. ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ഒരു തുണി പോലും എടുക്കത്തില്ല, എല്ലാ പണിയും തന്നെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇദ്ദേഹം എവിടെ ചെന്നാലും ആ ചുറ്റുമുള്ള ആൾക്കാർ, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളെല്ലാം എഴുന്നേറ്റ് നിൽക്കും. ഭയങ്കര വിനയം, ഹമ്പിൾ. അതൊരു ജെന്യുവിൻ ഹമ്പിൾനെസ്, അഭിനയമല്ല. അത് ആൾക്കാർ കാണുമ്പോഴും മനസ്സിലാവും. എല്ലാവരും ഭയങ്കര സ്നേഹം, മോനെ എന്ന് വിളിച്ച വർത്താനം പറയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. ഞാൻ ബൈബിൾ കോളേജിൽ പോയി, അവിടെ നിന്ന് ആന്ധ്രയ്ക്ക് പോയി മിഷണറി വേല പോയി. ഇദ്ദേഹം എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അന്ന് 67 വയസ്സുണ്ട്. 20 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അദ്ദേഹം കോട്ടയത്തിനടുത്തുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞ് അവരുടെ വീട്ടിൽ ചെന്ന് ഒരു സ്റ്റെപ്പ് കയറി വീട്ടിലോട്ട് ചെല്ലണം. വീട്ടിലോട്ട് ഇങ്ങനെ ചെല്ലുകയാണ്, തപ്പിപ്പിടിച്ച് വീട് കണ്ടുപിടിച്ച് ചെല്ലുക. ചെന്നപ്പം അകത്തെ വിൻഡോയിൽ നിന്ന് ഈ അപ്പച്ചൻ എന്നെ നോക്കിയിട്ട് പെട്ടെന്ന് വടിയും കുത്തിപ്പിടിച്ച് വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, മോനെ എത്ര നാളായി കണ്ടിട്ട്. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അപ്പച്ചൻ എന്നോട് പറയാം, കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ മോനെക്കുറിച്ച് പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ല. 20 years. ഞാൻ മറന്നുപോയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്ന് 2 ആഴ്ച താമസിച്ചു, എറണാകുളത്ത് വന്ന്. ആ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പുള്ളി തന്നെ ഇരുന്ന് തുണി അലക്കുക. അപ്പോൾ എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അലക്കി തരാമെന്ന് പറയുമ്പം അപ്പച്ചൻ പറയും, കർത്താവ് എനിക്ക് തന്ന ആരോഗ്യത്തിനൊരു വർഷിപ്പാണിത്. ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ടാണ് അലക്കുന്നത്. ദൈവമേ എനിക്ക് ആരോഗ്യം തന്നതിന് സ്തോത്രം എന്നും പറഞ്ഞുകൊണ്ടാണ് അലക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു സന്തോഷമാണ്. അദ്ദേഹത്തോട് ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു സഭായോഗം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, 5 മിനിറ്റ് സംസാരിക്കുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഇനി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ 8:30 തുടങ്ങിയ സംസാരം പിന്നെ തീരുന്ന 11:30. അത് പുള്ളി നിർത്താത്തതല്ല, ആൾക്കാർ നിർത്താൻ സമ്മതിക്കാത്തതാണ്. ചോദ്യങ്ങൾ. അപ്പോൾ ഒരാൾ ചോദിച്ചു, നിങ്ങളൊരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, ഒരു അധ്യാപകനായിരുന്നു, ഒരു ഭർത്താവായിരുന്നു, മകനായിരുന്നു, അപ്പനായിരുന്നു, അപ്പച്ചനായിരുന്നു, സുവിശേഷകനായിരുന്നു. ഇതിലേതെങ്കിലും ഒരു റോള് ഭംഗിയായി ചെയ്തു എന്ന് പറയാൻ പറ്റുമോ എന്ന് ഒരു മനഃശാസ്ത്രജ്ഞനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞാൽ ഒന്നും തോന്നരുത്. ഇല്ല പറഞ്ഞോളാൻ പറഞ്ഞു. ഒന്നും ശരിയായില്ല. എന്നിട്ട് ഒറ്റ വാക്കോടെ പറഞ്ഞു, യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. അപ്പോൾ യേശു ആയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ലൈഫുള്ള ഒരാളായിട്ടാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ്, കർത്താവാണ് ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഞാനൊന്നും അല്ല എന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എന്നെ വിളിക്കും. ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. അന്നും ഇന്നും എന്നും ഒരു ആത്മബന്ധമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം, ഞാനൊരു ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണുമല്ലോ, മോൻ എപ്പോൾ വരും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ച വരാം. അയ്യോ, അടുത്ത ആഴ്ച വരുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. ഞാൻ പറഞ്ഞു, മൺഡേ വരാൻ പറ്റാൻ.
ഓക്കെ മോനെ. മൺഡേ ആയപ്പോൾ എനിക്ക് കുറേ ഗസ്റ്റുകൾ വന്നു. അപ്പം ഞാൻ ഈ അപ്പച്ചനെ വിളിച്ച് ഇന്ന് വരില്ല എന്ന് പറയാൻ വേണ്ടി ഫോൺ ചെയ്തിട്ട് ഫോൺ വർക്ക് ചെയ്യുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ റെഡി ആവുകയാണ് പോകാൻ, അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഫോൺ ചെയ്യുന്ന സമയത്ത് ഫോൺ ചെയ്യാൻ വേണ്ടി ചെല്ലലും ആ അവരുടെ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചൻ ഇന്നലെ രാത്രി മരിച്ചു പോയിട്ടു. മരിച്ചു പോകുന്ന അന്ന് രാവിലെ പുള്ളി എഴുന്നേറ്റ് തുണിയെല്ലാം അലക്കി വിരിച്ച് കൊച്ചുമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പച്ചൻ്റെ വീട് കണ്ടു, പോവുക കേട്ടോ എന്ന് പറഞ്ഞു. ഇന്ന് പോകുമെന്ന് പറഞ്ഞു. സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് പണിയെല്ലാം ചെയ്ത് വൈകിട്ടായപ്പോൾ എല്ലാവരെയും വിളിച്ചിരുത്തി പാട്ടൊക്കെ പാടി, പിള്ളേർ തെറ്റിച്ച് പാടിയപ്പോൾ പറഞ്ഞു അപ്പച്ചൻ പാടാമെന്ന് പറഞ്ഞ് തന്നെ പാടി ആ സ്തോത്രം ചെയ്ത് അങ്ങ് മരിച്ചു. ഈ മരണം എന്ന് പറയുന്നത് അതൊരു സന്തോഷത്തോടെ അങ്ങ് കർത്താവിൻ്റെ വീട്ടിലോട്ട് അങ്ങ് ചെല്ലുന്ന മരണമാണ് ഈ ഭാഗ്യ മരണം എന്ന് പറയുന്നത്. ഇതുപോലെ അനേകം സഹോദരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് മരിക്കാൻ തയ്യാറായി. പക്ഷെ ആ ജനറേഷൻ ഇപ്പം മാറിക്കൊണ്ടിരിക്കുക. ഞാനൊരു പാസ്റ്റർ പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഒരു തലമുറയിൽ ഇങ്ങനെയുള്ള അനേകം അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമുക്കുണ്ടായിരുന്നു, പ്രത്യാശയിൽ ജീവിച്ച് മരിച്ചവർ. ഞാനും ഇങ്ങനെ ഒരു അമ്മച്ചീനെ എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ളവർ ആ തലമുറ ഇല്ലാതായിപ്പോയി. ആ ഒരു പ്രത്യാശയോടെ മരിക്കുന്ന, ആ ഒരു ഉൾക്കാഴ്ചയോടെ മരിക്കുന്ന ആളുകൾ ഇല്ലാതായി പോയിരിക്കുകയാണ്. അത് തീർന്നുകൊണ്ടിരിക്കുകയാണ് ആ വംശം. ശരിയാണ്, ഈ പ്രത്യാശ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭാഗ്യമരണത്തിലേക്ക് പോകുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യമാണ്. ഈ വാക്യം എങ്ങനെ ഭാഗ്യകരമായൊരു മരണം നമുക്ക് ഉണ്ടാവുമെന്നുള്ളതിന് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കുമ്പം സമാധാനമായിട്ട് അവസാനിപ്പിക്കണമല്ലോ. ഓക്കെ, വേണ്ടേ? അപ്പോൾ ഒരു വാക്യം നമുക്ക് വായിക്കാം. 2 പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 3-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കാം. 3-ാം വാക്യം തൊട്ട്. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അത് ഒത്തിരി സമയമെടുക്കും. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഓക്കെ, അത് നിമിത്തം അപ്പോൾ നമുക്കൊരു ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളിത്തം ആവശ്യമാണ്. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പോൾ ഇത് വിശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. നമ്മൾ വിശ്വാസത്തിലാണ് ആരംഭിക്കുന്നത്. അതിനോട് ചേർന്ന് ഓരോരോരോരോരോ ക്വാളിറ്റി വർദ്ധിച്ച് വന്ന് അവസാനം സ്നേഹം നമ്മളിൽ തികഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഒരു കാര്യത്തിൽ ഗ്യാരണ്ടി ഉണ്ടാകുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിന് ഇമിറ്റേഷൻ ഉണ്ടാകാം, വീര്യത്തിന് ഇമിറ്റേഷൻ ഉണ്ടാകാം, സഹോദരപ്രീതി പലരിലും ഉണ്ടാകാം. എന്നാൽ സ്നേഹം ശരിക്കും ക്രിസ്തുവിൻ്റെ മക്കളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത് അടുത്ത വാക്യം പറയാണ്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർ വിശുദ്ധീകരണം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം നിറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഭയങ്കര ഉത്സാഹമായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ വളരെയധികം മോശം സാഹചര്യത്തിലൂടെ ജീവിച്ചിരുന്ന ആളുകാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പം നമ്മുടെ സഭയിലുള്ള ആളുകൾക്ക് അവരോടൊരു അറപ്പാണ്. നിങ്ങൾക്കൊരു കാര്യം പറയാം, ഒരു സഭയുടെ ശക്തി, നിങ്ങളൊരു ഈ പ്രൈമറി ഹെൽത്ത് സെൻ്റർ കണ്ടിട്ടുണ്ടോ? എന്തോ അത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. നിങ്ങൾ ക്യാൻസറുമായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിക്കാൻ പോവില്ല. ഹാർട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോവില്ല. അപ്പോൾ അവിടെ എന്തൊക്കെ പറ്റുള്ളൂ? അവിടെ തലവേദന, വയറുവേദന, വൈറൽ പനി, ഇങ്ങനെയുള്ള കുഞ്ഞു താൽക്കാലിക രോഗങ്ങൾക്കുള്ള പരിഹാരം മാത്രമേ എവിടെയുള്ളൂ. പിന്നെ വാക്സിനേഷൻ എടുക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളിവിടെ പോകുന്നത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോകുന്നത്. എന്നാൽ
ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണെങ്കിലോ അവിടെ എല്ലാ രോഗികളെയും ചികിത്സിക്കും. രക്ഷയില്ലെന്ന് തോന്നുന്നവനെ വരെ അവർ സ്വീകരിക്കും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇതിലേതാണ് പവർഫുൾ ആയിട്ടുള്ള ഹോസ്പിറ്റല്? പ്രൈമറി ഹെൽത്ത് സെൻ്റർ ആണോ അതോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനാണോ കൂടുതൽ ശക്തി, കൂടുതൽ മഹത്വം? ഏതിനാ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനല്ലേ കൂടുതൽ മഹത്വം. അതിനർത്ഥം എന്താണ്? ഏത് രോഗിയെയും ചികിത്സിക്കാൻ കഴിയും. ഇനി സഭയുടെ കാര്യം നോക്കിക്കേ. സഭയിലേക്ക് മാന്യന്മാർ വന്നാൽ നമുക്കിഷ്ടമാണ്. അപ്പൊ ചില സഭകളിൽ ആർക്ക് മാത്രമേ ചികിത്സയുള്ളൂ? ചെറിയ വയറിളക്കം, ചെറിയ ജലദോഷം, ചെറിയ മുട്ടിൽ പനി, പിന്നെന്താ ഉള്ളത്, ചെറിയ വിറയൽ, ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ? ചികിത്സയുള്ളൂ. എന്നാൽ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് വരുന്നവരെ, വലിയ പാപത്തിന് അടിമകളായവരെ നമ്മൾ ആ മതിലിന് വെളി നിർത്തും. വേറെ ഏതെങ്കിലും സഭയിൽ പൊക്കോട്ടെന്ന് വിചാരിക്കും. കാരണം നമുക്ക് അവരെ ചികിത്സിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ സഭയുടെ ശക്തി ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോലെയുള്ള കുറെ നീതിമാന്മാരായ പരീശന്മാര് ഒന്നിച്ചിരുന്ന് ഞങ്ങൾ കർത്താവിൻ്റെ ആൾക്കാരെന്ന് ഗമ പറയുന്ന സഭയെന്ന. സഭ അങ്ങനെയല്ല. സഭയിൽ നമ്മൾ അറിയേണ്ട സ്നേഹം എന്ന് പറയുന്നത് ഈ പാവങ്ങളോടുള്ള സ്നേഹം നാട്ടിൽ മുഴുവനുണ്ട്. പക്ഷെ പാപികളോടുള്ള സ്നേഹം കർത്താവിന് മാത്രമേ ഉള്ളൂ. എത്രവർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ്? പാവങ്ങൾക്ക് കിഡ്നി കൊടുക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ലോകത്തുണ്ട്. പക്ഷെ ഒരു പാപിയെ പോയി കെട്ടിപ്പിടിക്കണമെങ്കിൽ അത് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കെട്ടിപ്പിടുത്തത്തിൽ അലിയാത്ത ഒരു പാപിയും ഇല്ല. സ്നേഹത്താൽ അലിയാത്ത ഒരു പാപിയില്ല. പാപിയെ രക്ഷിക്കാൻ ഒരു പാപിക്ക് സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സഭയും ബലമുള്ള സഭയല്ല. കർത്താവിൻ്റെ സഭ എന്ന് പറഞ്ഞാൽ ലയൺസ് ക്ലബ്ബ് പോലെ നമുക്കിരുന്ന് എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല. അവിടെ പാപികൾക്കുള്ള ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ഓരോ സഭയും അവരെ രക്ഷിക്കാനുള്ള സങ്കേതങ്ങളാണ്. അപ്പൊ ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ പാപികളോടുള്ള സ്നേഹമായിട്ടാണ് അത് റിഫ്ലക്റ്റ് ആകേണ്ടത്. യേശു കർത്താവ് ഈ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ പരീശന്മാരുടെ ദേവാലയങ്ങളിലല്ല, പാപികൾ ചെന്നുകൂടുന്ന മാർക്കറ്റിലും വഴിയരികിലും ചുങ്കം പിരിക്കുന്ന സ്ഥലത്തും വേശ്യാസ്ത്രീകൾ നിൽക്കുന്ന സ്ഥലത്തും കയറി ഇറങ്ങി നടന്നേനെ. അതാണ് എനിക്ക് പരിചയമുള്ള കർത്താവ്. നമ്മൾ അവൻ നടന്ന നടപ്പാണ് നമ്മളും നടക്കേണ്ടത്. ഈ അടൂരിൽ ഒത്തിരി പേർക്ക് കർത്താവിന് ആവശ്യമുണ്ട്. പക്ഷെ ആവശ്യമുള്ളവരുടെ പുറകെ അല്ല നമ്മൾ നടക്കുന്നത്. രോഗികളെ അല്ല വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു രോഗവും ഇല്ലെന്ന് വിചാരിച്ചിരിക്കുന്നവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്നേഹം നമ്മളിൽ ഉണ്ടായാൽ അതിനൊരു കാര്യം ഉറപ്പാണ്, ക്രിസ്തു നമ്മളിലുണ്ട്. അപ്പോൾ ഈ സ്നേഹം നമ്മുടെ എല്ലാ തീരുമാനങ്ങളുടെയും പുറകിൽ ക്രിസ്തു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം സ്നേഹത്തിൽ ചെയ്യുന്നവരായി മാറും. ഇത് നമ്മളിൽ ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിലേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ വാക്യം? അപ്പം നിഷ്ഫലന്മാരാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നേ, വരൂ അങ്ങോട്ട്. നിഷ്ഫലന്മാരായി പോകാതിരിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? വിശ്വാസത്തോടു കൂടി വീര്യം, പരിജ്ഞാനം, ഭക്തി, ഇന്ദ്രിയജയം എല്ലാം വർദ്ധിച്ച്, സഹോദരപ്രീതി എല്ലാം വർദ്ധിച്ച്, അവസാനം സ്ഥിരത, ഇടയ്ക്ക് വിട്ടുപോയി, ഇതെല്ലാം വർദ്ധിച്ച് അവസാനം സ്നേഹത്തിൽ അത് വെളിപ്പെടണം. ജീവജല നദിയായി അത് ഒഴുകണം. പാപികൾ ഇവിടെ ഒന്ന് നിലവിളിച്ച് മാനസാന്തരപ്പെടണം. അവനെ കാണുമ്പോൾ അവനൊന്നും നമ്മുടെ വീട്ടിൽ കയറ്റില്ലെന്ന് പറയരുത്. ഏത് കടുംചുവപ്പായ പാപത്തെയും ഇന്നലെ വരെയുള്ള സകല പാപത്തെയും കഴുകി വെടിപ്പാക്കാൻ കർത്താവിൻ്റെ രക്തത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അവനെ പുറത്താക്കാതെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സഭയിൽ ചെന്നപ്പം അവർ പറയാണ്, അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് സഭയിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഉപദേശമൊന്നുമല്ല. അപ്പം രണ്ടുപേരെന്തോ തെറ്റ് ചെയ്തു, ചെറിയ മൈനർ എന്തോ പൈസയുടെ വിഷയത്തിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോഴേക്കും അവിടുത്തെ കുറേ അവന്മാർ പറഞ്ഞു, ഇവരുടെ കൂടെ ഇനി ഞാൻ ആരാധിക്കില്ലെന്നു, ഞങ്ങളിനി ഇവരുടെ കൂടെ കർത്തൃമേശ എടുക്കില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ വിട്ടിരിക്കുന്നത് കാണാതെ പോയ ആ ഒരാടിൻ്റെ അടുത്തേക്കാണ്, അതുകൊണ്ട് ഈ ആടുകളുടെ കൂടെ ഞാൻ പോകുന്നു പറഞ്ഞു. അവർ തെറ്റ് ചെയ്താന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അവരുടെ കൂടെ പോകാൻ പറ്റുള്ളൂ. കാരണം കർത്താവ് എന്നെ വിളിച്ചേക്കുന്നത് ഈ കാണാതെ പോയതിന് അന്വേഷിച്ച് ചെല്ലാൻ, അല്ലാതെ 99 ഗുണമുള്ളതിന് അന്വേഷിച്ച് ചെല്ലാനല്ല. ഈ 99 എണ്ണത്തിനും കർത്താവ് നല്ലൊരു സ്ഥലത്ത്, പുല്ലുള്ള സ്ഥലത്ത് വിട്ടിട്ടല്ല പോയതെന്ന് നിങ്ങൾ ഓർക്കണം. എവിടെ വിട്ടിട്ടാണ് പോയത്? മരുഭൂമിയിൽ. കാരണം അവർ തിന്നിയല്ല പുല്ലുള്ളിടത്ത് പോയാലും. കാരണം എന്താണെന്നറിയാം, അവർ ഓൾറെഡി വയറ് നിറഞ്ഞവരാ. അവർക്കൊന്നും പുതുതായിട്ട് അങ്ങോട്ട് എടുക്കുകയല്ല, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരടുത്ത് മരുഭൂമിയിൽ വിട്ടാലും കണക്കാ, പുല്ലുള്ളിടത്ത് വിട്ടാലും കണക്കാ. അവരോടൊന്നും ഒന്നും തിന്നാൻ പോകുന്നില്ല. അപ്പം കർത്താവ് വിചാരിച്ചു, ഇനി പുല്ലുള്ളിടത്ത് പോയി അവൻ കഷ്ടപ്പെടണ്ട, ഇവിടെ കിടന്നോട്ടെ.
അവനൊന്നും കിട്ടുന്നില്ല, മറ്റവനെ കർത്താവ് പോയി എടുത്തുകൊണ്ട് വരും. ഇതാണ് സഭയുടെ മെക്കാനിസം, സഭയുടെ എക്കണമി. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത വാക്യം. നിഷ്ഫലന്മാരും ആവുകയില്ല, അവ ഇല്ലാത്തവനോ കുരുടനത്രേ. അപ്പൊ ഈ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ കുരുടനാണ്. ഈ കുരുടൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലൈൻഡ് ആണല്ലേ. ഈ ബ്ലൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആ ബ്ലൈൻഡ്നെസ് അല്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഷോർട്ട് സൈറ്റഡ്നെസ് ആണ്. ഈ കണ്ണാടിയുടെ മുകൾ ഭാഗം ഷോർട്ട് സൈറ്റ്, മുഴുവൻ പുകയായി. മുകൾ ഭാഗം ഷോർട്ട് സൈറ്റും താഴെ ഭാഗം ലോങ് സൈറ്റും രണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റും കൂടെ അഡ്ജസ്റ്റ് ആയിട്ട് നേരെ ആകുമെന്ന്. പക്ഷെ പിന്നെ മനസ്സിലായത് അപ്പുറത്തെ കാഴ്ചയും പോയി ഇപ്പുറത്തെ കാഴ്ചയും പോയി, ഈ ഇടയ്ക്കുള്ള കാഴ്ച അതുപോലെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുകളിലൂടെ നോക്കുമ്പോൾ ദൂരെയുള്ളത് കാണാൻ വയ്യ, താഴേക്കൂടെ നോക്കുമ്പോൾ അല്ല, മുകളിൽ ഇത്ര ലെൻസ് ഇല്ലെങ്കിൽ ദൂരെയുള്ളത് കാണാൻ പറ്റില്ല, താഴത്തെ ലെൻസ് ഇല്ലെങ്കിൽ അടുത്തുള്ളത് കാണാൻ പറ്റില്ല. ആകെ കുഴപ്പത്തിലാണ്. ഓക്കെ, ഈ ഷോർട്ട് സൈറ്റഡ്നെസ്സിനെയാണ് ആത്മീക അന്ധത എന്ന് പറയുന്നത്. അതായത് ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. ഇവിടെ താഴെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ഹ്രസ്വദൃഷ്ടി ഉള്ളവനും തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അടുത്ത വാക്യം വായിക്കണ്ട, വെയിറ്റ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഷോർട്ട് സൈറ്റ്, ഹ്രസ്വദൃഷ്ടി. നിങ്ങൾ പൊറോട്ട നോക്കിയേ. ഇന്നലെ കർത്താവ് നടത്തി, അപ്പോൾ ഇന്നലെ കണ്ടു. കഴിഞ്ഞ ആഴ്ച കർത്താവ് നടത്തി, ഒരാഴ്ച കണ്ടു, അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള വിഷൻ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലം നടത്തി, അപ്പോൾ കുറച്ചുകൂടെ നല്ല വിഷനുണ്ട്. എന്നാൽ ആർക്കും അവൻ മുൻകാല പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയി. അതെന്നായിരുന്നു? അത് കുറേ നാൾ മുമ്പായിരുന്നു. അങ്ങോട്ട് ദൃഷ്ടി എത്തുന്നില്ല. കാരണം എന്താ? അങ്ങോട്ട് ദൃഷ്ടി എത്തിയാൽ എൻ്റെ ഉള്ളിൽ സ്നേഹം വന്ന് നിറയും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെന്താ മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ടാണോ അതോ ഇതൊക്കെ മനസ്സിലായി പോയതുകൊണ്ടാണോ? എന്തായാലും ആയിക്കോട്ടെ. അപ്പം നമ്മൾ ആ ഹ്രസ്വദൃഷ്ടി മാറി നമ്മൾ 2000 വർഷങ്ങൾ മുമ്പ് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച കാഴ്ച കാണാൻ മാത്രമുള്ള കാഴ്ച എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ സ്നേഹം കൊണ്ട് നിറയും. അതില്ലാത്തവനല്ല. എന്തുകൊണ്ട് ആ സ്നേഹം ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചത് എനിക്ക് ഓർമ്മയില്ല. അത്ര എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഇനി മുമ്പോട്ട് നോക്കിയാലോ, നിത്യതയിൽ അവൻ്റെ കൂടെ ഇരിക്കുന്ന അത്രയും ദൂരോട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എനിക്ക് അടുത്ത ആഴ്ച കർത്താവ് നടത്തുമെന്നുള്ളത് മാത്രം നോക്കാൻ പറ്റുന്നുള്ളൂ. ഇതിനെയാണ് ഹ്രസ്വദൃഷ്ടി, ആത്മീക ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. അതിനെയാണ് ആത്മീക കുരുടത്വം അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത്. അടുത്ത വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കും. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ വിളിയും തെരഞ്ഞെടുപ്പും എന്താണ്? ആർക്ക് പറയാം വിളിയും തെരഞ്ഞെടുപ്പും എന്താണ്? ഓ പാസ്റ്ററെ, അത് ഞങ്ങളെ എങ്ങനെ വിളിച്ചു, ഞങ്ങളെങ്ങനെ തെരഞ്ഞെടുത്തു? എന്തിനു വേണ്ടി? മര്യാദയ്ക്ക് സന്തോഷമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി. അങ്ങനെയാണോ? 3-ാം വാക്യം വായിച്ചേ. 3-ാം വാക്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കുമുള്ള വേണ്ടതൊക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുള്ളൂ. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നറിയോ? അവൻ്റെ മഹത്വത്താലും വീര്യത്താലും എന്നല്ല, അവൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും എന്നാണ്. ടു ഹിസ് ഗ്ലോറി ആൻഡ് എക്സലൻസ്. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് വിളിച്ചേക്കുന്നത്? ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കും അവന്റെ പെർഫെക്ഷനിലേക്കുമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ വിളി പൂർത്തിയാക്കാൻ വേണ്ടി എനിക്ക് എന്തെല്ലാം വേണമോ ആ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് എനിക്ക് തന്നിട്ടാണ് വിളിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ വിളിച്ചേക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയോ? നിങ്ങൾ എങ്ങോട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നേ? പറ, എങ്ങോട്ടാ നിങ്ങളെ വിളിച്ചേക്കുന്നേ? നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ബോധം പലപ്പോഴും ഇല്ല. നമ്മൾ ബോധം എങ്ങനെയെങ്കിലും മരിക്കുന്നവരെ മര്യാദയ്ക്ക് ജീവിച്ച് മരിക്കാം, കർത്താവ് കൊണ്ടുപോക്കുള്ളൂ. അങ്ങനെയല്ല. നമ്മളൊരു ഓട്ടക്കളത്തിലേക്കാണ് വിളിച്ചേക്കുന്നത്, ഒരു ലക്ഷ്യത്തിലേക്കാണ് വിളിച്ചേക്കുന്നത്. ആ വിളിയും തെരഞ്ഞെടുപ്പും ക്രിസ്തുവിന്റെ മഹത്വമുള്ളവരായി അവന്റെ സ്വഭാവമുള്ളവരായി മാറാൻ വേണ്ടിയാ. അതിന്റെ മുഴുവൻ റിസോഴ്സസും കർത്താവ് തരുന്നത്. അവിടെ എഴുതിയിട്ടുണ്ട്, ജീവനും ഭക്തിക്കുള്ളതെല്ലാം അവന്റെ പരിജ്ഞാനത്തിൽ അവൻ നമുക്ക് തന്നിരിക്കുന്നുവല്ലോ എന്ന്. അടുത്ത വാക്യം എന്താ? വിലയേറിയത് അതിമഹത്വമായ വാഗ്ദത്തങ്ങളെയും നൽകിയിരിക്കുന്നു. അപ്പൊ ഈ പരിജ്ഞാനത്തിൽ നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങളെ കർത്താവ് തന്നിട്ടുണ്ട്. അടുത്ത വാക്യം. ഈ വാഗ്ദത്തങ്ങളാൽ ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താൽ ഉണ്ടാകുന്ന നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് പങ്കാളിയായി തീരുവാൻ ഇടവരുന്നു. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയാ? യേശുവിന്റെ ഗ്ലോറി ഉള്ളവരും യേശുവിന്റെ സ്വഭാവമുള്ളവരുമായി മാറാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ആ വിളിയും തെരഞ്ഞെടുപ്പുള്ളവരെന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം. ചുമ്മാ കുറെ നേരമായില്ലേ, ചുമ്മാ വിളി ഉറപ്പാണോ?
ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾക്ക് കർത്താവ് എങ്ങോട്ട് വിളിച്ചാലും നമുക്ക് സന്തോഷമുള്ളൂ. കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വം നമ്മൾ പ്രാപിക്കണം, അവൻ്റെ എക്സലൻസ് നമ്മൾ പ്രാപിക്കണം. ഇനി താഴോട്ട് വന്നേ, അടുത്ത വാക്യം വായിച്ചേ. അല്ലല്ല, നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയത് ഉറപ്പ് വരുത്തുവിൻ. ഇങ്ങനെ ചെയ്താൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാണെങ്കിൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇത് നമ്മുടെ ബൈബിളിൽ പലപ്പോഴും ദൈവരാജ്യം എന്നൊരു പ്രയോഗമുണ്ട്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം ഭരിക്കുന്ന രാജ്യം എന്ന് അർത്ഥമുള്ളൂ. അത് ഇവിടെയും ഉണ്ട്, അവിടെയും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ രാജ്യമല്ല, നിത്യരാജ്യമാണ്. ഇപ്പൊ സ്വർഗത്തിലെ നിത്യ തേജസ്സിലേക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പുവരുത്തുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എന്താ ഈ ധാരാളമായി പ്രാപിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന്, ഓക്കെ, പാസ്റ്ററുടെ വീട്ടിലാണ് ഞാൻ ഉച്ച കഴിഞ്ഞ് വിശ്രമിച്ചത്. പാസ്റ്ററുടെ വീട്ടിൽ ആകെ ഞാൻ പോയത് സിറ്റ് ഔട്ടിലും ഡൈനിങ് ഹാളിലും എനിക്ക് തന്ന മുറിയിലും മാത്രമാണ്. അതിൻ്റെ കാരണം എന്താ? എനിക്ക് ആ വീട്ടിൽ ധാരാളമായ പ്രവേശനം ഇല്ല. കാരണം അതെൻ്റെ വീടല്ല, ഞാനൊരു അതിഥിയാണ്. ഞാനിവിടെ താമസിച്ചിട്ട് പോകും. ഏത് വീട്ടിൽ ചെന്നാൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വന്നാലും എനിക്ക് ഗസ്റ്റ് എന്നൊരു രീതിയിൽ എനിക്ക് തരുന്ന റൂമിൽ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ. ശരിയല്ലേ? അവിടുത്തെ സാധനങ്ങളൊന്നും എടുക്കാനുള്ള അവകാശം അപ്പോഴും ഇല്ല. അവിടെ കിടന്നുറങ്ങാം, എഴുന്നേക്കാം, പോരാ, അത്രയല്ലേ ഉള്ളൂ. അതൊരു ധാരാളമായ പ്രവേശനമല്ല. ഇനി ഇങ്ങനെ പറയാം, ഓക്കെ, ഈ സഭയിലേക്ക് തന്നെ പാസ്റ്റർ പ്രിൻസിന് ഈ സഭയിലേക്ക് ധാരാളമായ പ്രവേശനമുണ്ട്. ഏത് ലോറിലൂടെ എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും മൈക്ക് കയ്യിലെടുക്കാം. പക്ഷെ എനിക്ക് അങ്ങനെയുള്ളൊരു ധാരാളമായ പ്രവേശനം എങ്ങോട്ടില്ല, ഈ മൈക്കിൻ്റെ അടുത്തേക്ക് ഇല്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? അതേസമയത്ത് എൻ്റെ സഭയിൽ എനിക്ക് മൈക്ക് എടുത്തുകൊണ്ട് എതിരെ വേണമെങ്കിലും നടക്കാം. അതിനെയാണ് നമ്മൾ ധാരാളമായ പ്രവേശനം എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ മുറിയിലെ കയറാവുള്ളൂ എന്നൊന്നുമില്ല. എനിക്ക് എല്ലാ മുറിയിലും കയറാം, ആരും ഇല്ലെങ്കിൽ, അല്ലേ? എല്ലാ മുറിയിലും കയറാം, എന്ത് പണി വേണമെങ്കിലും ചെയ്യാം. അത് എൻ്റെ വീടാണെങ്കിൽ എനിക്കത് അവകാശം ആ വീടിന്മേലുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം. ശരിയല്ല ഞാൻ പറഞ്ഞേ? അപ്പൊ സ്വർഗത്തിൽ എൻ്റെ വീടാണെന്നുള്ള ഉറപ്പ് ഞാൻ വരുത്തി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് ധാരാളമായി കയറാം. അതല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് സംശയമായിരിക്കും, പോകുമോ കർത്താവ് ഒന്ന് കൊണ്ടുപോകില്ല, സംശയം തോന്നുന്ന കാരണം എന്താ? നമ്മൾ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പ് വരുത്തിയിട്ടില്ല, ആകെ കൺഫ്യൂഷനിലിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ധാരാളമായി വന്ന് പ്രവേശിക്കുന്ന ആരാ പറ? നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് കൺവീനിയൻറ്റ് ടൈം നോക്കിയാണ് പോകുന്നത്. ധാരാളമായെന്ന് പോയിട്ട് പ്രവേശനം പോലും ഇല്ല, കഷ്ടിച്ച. എന്നാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ധാരാളമായി പ്രവേശിക്കുന്ന ആരാ? നിങ്ങളുടെ പിള്ളേര്. അവർ സ്കൂൾ വിട്ട് വരുമ്പം ഡോർ അടച്ചേക്കുവാണെങ്കിൽ ഒരു വിൻഡോ തുറന്ന് നോക്കുക, അതിലേ കയറാൻ പറ്റുമെന്ന്. അവർ നോക്ക് ചെയ്തിട്ട് പ്ലീസ് പപ്പ ഞാൻ അകത്ത് കയറിക്കോട്ടെ ചോദിച്ചിട്ട് ഇന്നേ വരെ ഏതെങ്കിലും ഒരുത്തിനകത്ത് കയറിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ വേണ്ട വെളി നിൽക്കണമെന്ന് പറഞ്ഞാലും അവനകത്ത് കയറും. അകത്ത് കയറിയിട്ട് പറയുള്ളൂ ഞാൻ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. മതിൽ ചാടി അവനകത്ത് വരും, ഇല്ലേ? കാരണം എന്താ? അവൻ നിങ്ങളുടെ വീട്ടിൽ അവൻ്റെ ആണെന്ന് അവൻ അറിയാം. അതിനെയാണ് നമ്മൾ ധാരാളമായ പ്രവേശനം എന്ന് പറയുന്നത്. ഇനി ഒരു നിമിഷം ആലോചിക്കുക, സ്വർഗത്തിലേക്ക് ധാരാളമായ പ്രവേശനം നമുക്ക് കിട്ടിയെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സന്തോഷത്തോടെ ആയിരിക്കും ജീവിക്കുന്നത്, അല്ലേ? നമ്മൾ ഈ നദി അങ്ങ് ക്രോസ് ചെയ്ത് കർത്താവിൻ്റെ അടുത്തോട്ട് ഭയങ്കര സന്തോഷത്തോടെ ചെല്ലുക. കാരണം നമ്മുടെ വിളി എങ്ങോട്ടാന്ന് നമുക്ക് ഉറപ്പാണ്. ഈ വിളിയുടെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത് ആകാശത്ത് നിന്ന് വരുന്നതല്ല, അത് നമ്മുടെ വിശുദ്ധീകരണത്തിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായോ? അപ്പം മരണത്തെക്കുറിച്ച് ഇത്രയും നമ്മൾ പഠിച്ചാൽ അതിൻ്റെ സൊല്യൂഷൻ എന്താ, എന്തിനു വേണ്ടി അത് പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും എടുത്തുകൊണ്ടു പോകാൻ പറ്റാത്ത ഒരവകാശം നമുക്ക് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. ദൂതന്മാർക്ക് പോലും പാടാൻ പറ്റാത്ത സ്തുതിഗീതം അവൻ്റെ നാവിൽ തന്നിരിക്കുന്നു. ഞാൻ ഉറപ്പായും നിത്യജീവനിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇവിടെ പത്രോസ് ഇത് പറഞ്ഞിരിക്കുന്നത്, പത്രോസിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണെന്നറിയാമോ? പത്രോസ് മരിക്കാറായപ്പോഴാണ് ഇത് എഴുതിയിരിക്കുന്നത്. പത്രോസ് പറയാണ്,
അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ അടുത്തിരിക്കുന്നു എന്നറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം. അപ്പോൾ ഒരു കാര്യമുണ്ട്, കർത്താവ് പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട്, പോരെ, നിന്റെ സമയമായി. അപ്പോൾ ഇത് മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. ഒത്തിരി ആളുകൾക്കും പോകാറാവുമ്പം വിവരം മനസ്സിലാവും. അത് ധാരാളമായ പ്രവേശനമുള്ളവർക്കാണ് പൊതുവെ മനസ്സിലാകുന്നത്. അല്ലാത്തവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ മരിക്കാൻ പോകുന്ന കൃത്യം സമയം എഴുതി വെച്ചിട്ട് മരിച്ച ഒത്തിരി ദുഷ്ടന്മാരും ഉണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ഇങ്ങോട്ട് പോരെ എന്നുള്ള, നിന്റെ ടൈം ആകുന്നു എന്നുള്ളൊരു വിളി, ആ കോളിംഗ് അപ്പ് ഓഫ് ദ റോൾ, ആ റോൾ കോൾ ഞാൻ കേൾക്കുന്നത് ഒരു വലിയ ആനന്ദകരമായ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പത്രോസ് ആ ദേഹത്തു നിന്ന് മാറിപ്പോകുന്ന സമയമായപ്പോഴും പത്രോസ് പറയാണ്, നിങ്ങൾ എല്ലാവരും പ്രത്യാശയുള്ളവരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ എല്ലാവരും കർത്താവിന് വേണ്ടി കാത്തിരിക്കാന്നറിയാം, പക്ഷെ മരിക്കാൻ പോവാണ് ഞാൻ. അതുകൊണ്ടൊരു കാര്യം പറയാം, പിന്നെയും ഇത് നിങ്ങളോട് ഓർപ്പിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങളെല്ലാവരും ധാരാളമായി തുള്ളിച്ചാടി സ്വന്തം വീട്ടിലേക്ക് സ്കൂളിലുള്ള ബാഗ് എല്ലാം വലിച്ചെറിഞ്ഞ്, മതി കർത്താവേ ഇവിടെ നടന്നത്, എൻ്റെ ബാഗ് ഇതാ ഞാൻ എറിഞ്ഞു കളയുന്നു, ഞാൻ ഓടി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി സ്വർഗത്തിലോട്ട് പോകാവുന്നത്ര തിടുക്കം, ഞരക്കം, കൊതി, കാത്തിരിപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ തേജസ്സോടെ കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ആ ദിവസത്തിന് വേണ്ടി നമ്മൾ കൊതിയോടെ നോക്കിയിരിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ മരണകരമായ എല്ലാ അവസ്ഥകളിലും നമ്മളെ രക്ഷിക്കുവാൻ, മരണത്തിൻ്റെ ഭയത്തിൽ നമ്മളെ രക്ഷിക്കുവാൻ, കർത്താവിൻ്റെ അടുത്ത് എപ്പോഴും ഇരിക്കുന്ന ആ വാസസ്ഥലം നമുക്ക് ദാനമായി തരുവാൻ, ആ ഒരു വാഗ്ദത്തത്തിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുക, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നു. എന്താ പറയുന്നത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പം വാസസ്ഥലങ്ങളുണ്ട്, കർത്താവിൻ്റെ അടുത്തുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവനോടുകൂടെ ഒരു ഭയങ്കരമായ ആനന്ദത്തിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ എന്ത് ആനന്ദമായിരിക്കുമെന്ന്? ഈ ഒത്തിരി മിസ്റ്റിക്സ് ഉണ്ടായിട്ടുണ്ട് ഈ ക്രിസ്തീയ കാലഘട്ടത്തിൽ. അതായത് ഈ മിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എക്സാമ്പിൾ ശരിയായില്ല, ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഈ ന്യൂ ജനറേഷനിലൊക്കെ പാസ്റ്റർമാർ വന്നു കഴിയുമ്പോഴേക്കുണ്ടല്ലോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നിൽക്കുമായിരുന്നേ. അപ്പോൾ പാസ്റ്ററുടെ ഒരു ഗ്രൗണ്ടുണ്ട്, ഗ്രൗണ്ടിന് വെളിയിലാണ് ഗേറ്റ്. അപ്പോൾ ഗേറ്റിൽ നിന്ന് ആ പാസ്റ്ററുടെ കാർ ഇങ്ങ് വളഞ്ഞു വരലും, ഇവിടെ നിന്നവരും അടുക്കളയിൽ നിന്നവരും കസേരയിൽ നിന്നവരും എല്ലാം എഴുന്നേറ്റു. ഞാനത് കണ്ടിട്ട്, ആ വെനറേഷൻ കണ്ടിട്ട് തലയിൽ കവിച്ചു പോയി. കർത്താവ് വന്നവർ എഴുന്നേക്കുമെന്ന് എനിക്കറിയാമല്ല. ആ കാറ് കാണുമ്പോൾ ഒരു വിറയല. പാസ്റ്റർ വന്നു. അപ്പം യേശുക്രിസ്തു അങ്ങനെയല്ലായിരുന്നു കേട്ടോ. യേശുക്രിസ്തു ഒരു ദാസനായിരുന്നു. കർത്താവിനെ കണ്ട് തിരിച്ചറിയാൻ പോലും പറ്റില്ലായിരുന്നു. അത് മാത്രമല്ല, ഈ ആൾക്കാരെല്ലാം കൂടി, ശിഷ്യന്മാരെല്ലാം കൂടുമ്പം ആഹാരം വിളമ്പി കൊടുത്തുകൊണ്ടിരുന്ന കർത്താവാണ്. അങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ആഹാരം വിളമ്പി കൊടുത്തുകൊണ്ട് മേശയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന കർത്താവ് പറഞ്ഞില്ലേ, കഴിക്കുന്നവനാണോ വിളമ്പുന്നവനാണോ മേശയിൽ ശുശ്രൂഷിക്കുന്നവനാണോ വലിയവൻ? കഴിക്കാനിരിക്കുന്നവനല്ലയോ, ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെ അല്ലേ ഉണ്ടായിരുന്നെന്ന് കർത്താവ് ചോദിച്ചതിന് അർത്ഥം തന്നെ. ശിഷ്യന്മാരെല്ലാം വിളിച്ചിരുത്തി വിളമ്പി കൊടുക്കുന്ന ഒരു ദാസനെ പോലെ കർത്താവ് അവരുടെ ഇടയിൽ ജീവിച്ചത്. പക്ഷെ ഇന്നത്തെ മോഡൽസ് എല്ലാം വേറെ. അപ്പം ഞാൻ വിചാരിച്ചു, ഈ പാസ്റ്റർ വരുമ്പോഴേക്കും ഇത്രയും റെവറൻസ് സ്നേഹമാണെങ്കിൽ ഈ കർത്താവ് ഒന്ന് നമ്മുടെ അടുത്തോട്ട് വന്നിരുന്ന എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അല്ലേ? നമ്മൾ ആനന്ദം കൊണ്ട് അങ്ങ് തുള്ളിച്ചാടിപ്പോലെ ഇല്ലേ? കർത്താവ് നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ചു, നമ്മളൊന്ന് മോനെ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു സന്തോഷമായിരിക്കും. അത് 24 hours അനുഭവിക്കുന്ന ആലോചിച്ച് നോക്കി, എപ്പോഴും അവനോട് ചേർന്നിരിക്കുന്ന ആലോചിച്ച് നോക്കി. ഇതാണ് നമ്മളെ മോഹിപ്പിക്കുന്ന കാര്യം. നമുക്ക് മരിക്കാൻ ആർക്കും കൊതിയും ധൃതിയൊന്നുമില്ല, കർത്താവിനോട് പോകാനാണ്, കർത്താവിൻ്റെ അടുത്തിരിക്കാനാണ് ധൃതി. നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കരുത്, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ പറയരുത്. കാരണം ജീവിച്ചിരുന്നാലും ഇതുപോലെ കർത്താവിനെ അനുഭവിക്കാൻ നമുക്ക് അത്രയും പറ്റിയില്ലെങ്കിലും ഇപ്പോഴും പറ്റും. നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ ഉദ്ദേശമുണ്ട്, അത് പൂർത്തിയാക്കുമ്പോൾ കർത്താവ് നമ്മളെ വിളിച്ചോളും. കർത്താവ് വിളിക്കുമ്പോഴാണ് നമുക്ക് പോകാൻ ഏറ്റവും സന്തോഷമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. മരണത്തെ ഭയപ്പെടാതെ ജീവിതത്തെ നേരിടുവാൻ, വിശദീകരിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മരണകരമായ പാപത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഒരാവശ്യം ഉണ്ടായിരുന്നു. അത് പറയാനുള്ള ടൈം ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഓടിച്ച് പറയാം. മരണകരമായ പാപമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കണം. യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ ഇങ്ങനെയാണ്: ഒരുവൻ മരണകരമായ പാപം ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ, പ്രാർത്ഥിക്കരുതെന്നില്ല. നിങ്ങൾ മരണകരമായ പാപം ഒരുത്തൻ ചെയ്യുന്ന കണ്ടാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ യോഹന്നാൻ പറയുക, അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ,
അത് നമ്മൾ ശ്രദ്ധിക്കണേ. അല്ലാതെ മരണകരമായ പാപം എന്ന് പറഞ്ഞാലും അവനെ നാളെ രക്ഷിക്കാൻ കർത്താവിന് കഴിയില്ലാന്നൊന്നും അർത്ഥമില്ല. ഈ ഒരു പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നു. ഇനി മരണകരമായ പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും എൻ്റെ മനസ്സിൽ വരുന്നത് 4 പാപങ്ങളാണ്, 5 പാപങ്ങളാണ്. ഇതിലേതുമാകാം, അവിടെ ക്ലിയറായിട്ട് അത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഇതിലേതുമാകാം, ഒരു പക്ഷേ എല്ലാം ആകാം. ഓക്കെ, 1, പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യങ്ങൾക്കെതിരെ പാപം ചെയ്യുക. അതായത് യേശുക്രിസ്തുവിന് എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടും എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ വേണ്ടാന്ന് വയ്ക്കുക. അപ്പോൾ എൻ്റെ ആത്മാവ് എന്നോട് പറയുന്നുണ്ട് ഇത് കർത്താവാണ്, സ്വീകരിച്ചോ എന്ന് പറയുമ്പം എനിക്ക് കർത്താവെന്ന് മനസ്സിലായി, പക്ഷേ സ്റ്റിൽ എൻ്റെ ലോകം ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവിനെ തള്ളിക്കളയുന്നു. ഇതാണ് പരീശന്മാർ ചെയ്ത പാപം. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഇത് പരിശുദ്ധാത്മാവിനെതിരെയാണ് നിങ്ങൾ പാപം ചെയ്യുന്നത്. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾ ഫോഴ്സ് ഇട്ട് അതിനെ എതിർക്കുകയാണ്. അപ്പോൾ അത് ഒരു മരണകരമായ പാപമായിട്ട് നമുക്ക് കണക്കൂട്ടാം. 2, വ്യഭിചാരം. വ്യഭിചാരം എന്ന പാപം മരണകരമായ പാപമായിട്ട് വേദപുസ്തകം പലയിടത്ത് പറയുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പാപം മാത്രമാണ് ശരീരം കൊണ്ട് ചെയ്യുന്നത്. അതൊരു വ്യഭിചാര പാപത്തിൽ, അതായത് ഒരു സ്ത്രീയും പുരുഷനും ഒന്നായിരിക്കുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ ഒന്നാണ്. അതായത് ദ ഓൾ ബോഡി ഈസ് ഇൻവോൾവ് ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. എന്നാൽ ആ ഒരു ഓൾ ബോഡി ഭാര്യയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറൊരാളുമായി ഒട്ടിച്ചു ചേർക്കുമ്പോൾ അത് ശരീരത്തിലെ ഓരോ അവയവങ്ങളും പാപം ചെയ്യുകയാണ്. അത് ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നതിനും അതിനകത്ത് ഗ്ലോറി ഇല്ലാതാക്കുന്നതിനുള്ളൊരു പരിശ്രമമാണ്. അത് മരണകരമായൊരു പാപമാണ്. അത് ആരെങ്കിലും ചെയ്യുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിർബന്ധമില്ല, പ്രാർത്ഥിക്കാം. ഓക്കെ, ഇനി 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 3 വിഷയങ്ങളാണ്. അതിലൊന്ന് ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും നിങ്ങളെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് എണ്ണുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവർക്ക് എത്ര വലിയ കഠിനമായ ശിക്ഷാവിധി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം അപ്പോസ്റ്റസിയുമായിട്ട്, അതായത് കർത്താവിനെ നിഷേധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പാപങ്ങളാണ്. യേശുക്രിസ്തുവിനെ നമ്മൾ നിസ്സാരനെന്ന് കാണുക, അതിനൊക്കെ ഒത്തിരി വിശദീകരിക്കാനുണ്ടാതെ, അത് നിസ്സാര കാര്യമല്ല. നമുക്ക് പലർക്കും അങ്ങനെയുള്ള പാപങ്ങളിൽ പലരും വീണിട്ടുണ്ട്. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുള്ള കാര്യം. ഈ വക കാര്യങ്ങളാണ് ഏറ്റവും സീരിയസ് ആയിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു പാപം ചെയ്യുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നില്ല, പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് കൂട്ടിച്ചേർത്തെന്ന് മാത്രം. അവസാനം ആയിട്ട് ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ ദൈവരാജ്യത്തിലേക്കുള്ള ധാരാളമായ പ്രവേശനം പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ആ ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം തന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപരാക്കി മാറ്റി ഒരു പെർഫെക്റ്റ് ഫെയ്ത്ത് നമ്മുടെ ഉള്ളിൽ കർത്താവ് ഉരുവാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.